بسم الله الرحمن الرحيم يا رب الأنام نحن نضع الألم بين أيديك يا كشف الغمام يا رب الأنام نحن نضع الألم بين أيديك يا كشف الغمام يا رب الأنام نحن نضع الألم بين أيديك يا كشف الغمام سماؤنا بخل مياؤها شؤوننا فيك رجاؤها سماؤنا بخل مياؤها شؤوننا فيك رجاؤها حياتنا غير فسادها حسراتنا نرجو ذهابها. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صفيه وخليله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن أحسن الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا إن من أزواجكم وأولادكم عدوا لكم فاحذروهم وإن تعفوا وتصفحوا فإن الله غفور رحيم. إنما أموالكم وأولادكم فتنة والله عنده أجر عظيم. فاتقوا الله ما استطعتم واسمعوا واطيعوا وأنفقوا خيرا لأنفسكم ومن يوق شح نفسه فأولئك هم المفلحون. meine സഹോദര സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിശുദ്ധ ഭൂമിയിൽ, അള്ളാഹു ആദരിച്ച നാട്ടിൽ, അള്ളാഹുവിൻ്റെ വീട്ടിൽ ഇൽമ് കേൾക്കാൻ വേണ്ടി, വിജ്ഞാനം കരഗതമാക്കാൻ വേണ്ടി സന്നിധരായ സഹോദരന്മാരെ, മറ്റു ശ്രോതാക്കളെ, ഈ വിശുദ്ധ സീസണുകളിലൂടെ ചെയ്തു കഴിഞ്ഞതായ അമലുകളെ റബ്ബ് നമ്മിൽ നിന്നിട്ട് സ്വീകരിക്കട്ടെ. ഇനിയും വരാൻ പോകുന്ന സീസണുകളെ പുണ്യഭൂമിയിലൂടെ തന്നെ സ്വീകരിക്കാൻ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഓരോരുത്തരും അവരവരുടെ കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിനെ ഭയപ്പെടേണ്ടതുപോലെ ഭയപ്പെട്ട് അവൻ്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായി ദാസികളായി വർത്തിക്കാൻ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുക. ഇതിനെല്ലാം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദര സഹോദരിമാരെ, ഇവിടെ ഈ സന്ദർഭത്തിൽ പതിവനുസരിച്ചിട്ട് നാം ചർച്ചക്കെടുക്കാറുള്ളത് സൗദി അറേബ്യയിലുള്ള പ്രധാന മിമ്പറുകളായ മസ്ജിദുൻ നബവി, അതിനു മുമ്പ് മസ്ജിദുൽ ഹറാം പോലത്തെ മിമ്പറുകളുടെ മീതെ നടക്കാറുള്ളതായ, അപ്രകാരം ഇവിടുത്തെ ഖുർആൻ റേഡിയോ റിപ്പോർട്ട് ചെയ്യാറുള്ള അല്ലെങ്കിൽ പ്രക്ഷേപണം ചെയ്യാറുള്ളതായ ഖുതുബയുടെയും ഷോർട്ടായ ഭാഗമാണല്ലോ. എന്നാൽ
മക്കയിലും മദീനയിലും ഇന്ന് നടന്നതായ ഖുതുബ, മക്കയിൽ ഷെയ്ഖ് ഡോക്ടർ ആൽ താലിബ്, മദീനയിൽ ഷെയ്ഖ് ഡോക്ടർ അബ്ദുൽ മുഹ്സൻ അൽ ഖാസിം, ഇവർ രണ്ടുപേരും ചർച്ച ചെയ്ത വിഷയം തുല്യതയുള്ള വിഷയമാണ്. അഥവാ രണ്ട് ഖുതുബയിലും ഏകദേശം തുല്യതയുള്ള ഭാഗങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. റിയാദുൽ അറഫയിൽ പ്രസംഗിക്കാറുള്ള ഇമാമ് അദ്ദേഹം ഈ ആഴ്ചയിൽ അദ്ദേഹം തന്നെ പ്രസംഗം ഏറ്റെടുത്തു, ഖുതുബ ഏറ്റെടുത്തു. കഴിഞ്ഞ ക്ലാസ്സിൽ അറഫയിൽ പോയി മടങ്ങിയെത്താൻ താമസിച്ചത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഖുതുബയുടെ ഷോട്ട് നാം കേട്ടിരുന്നില്ല. അദ്ദേഹം വ്യത്യസ്തമായൊരു വിഷയമാണ് ചർച്ച ചെയ്തത്. അതിൽ ലോക മുസ്ലിങ്ങൾ ആസകലം ബാധിക്കുന്നതായ തൗഹീദ് സുഫൂഫ്, ഐക്യം, തൗഹീദിൻ്റെ പേരിൽ ഐക്യം, ഇസ്ലാമിൻ്റെ പേരിൽ ഐക്യം, ആദർശത്തിൻ്റെ പേരിൽ ഐക്യം, അതിനുവേണ്ടിയുള്ള അള്ളാഹുവിലേക്ക്, ഖുർആനിലേക്ക്, സുന്നത്തിലേക്കുള്ളതായ നേതൃത്വങ്ങളുടെ മടക്കം, രാഷ്ട്രങ്ങളുടെ മടക്കം, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ ബഹുഭൂരിപക്ഷമുള്ളതായ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നതായ നാടകം അത് സഹിക്കവയ്യാത്തതാണ്. മുസ്ലിങ്ങളുടെ അശ്രദ്ധ കൊണ്ടും മുസ്ലിങ്ങളുടെ വീഴ്ച കൊണ്ടും മുസ്ലിങ്ങൾ ദീനിൽ നിന്നിട്ട് അകന്നതുകൊണ്ടും സംഭവിച്ചു കൊണ്ടിരിക്കുന്നതായ പരീക്ഷണങ്ങളാണ്. അവകളെക്കുറിച്ച് അദ്ദേഹം ചർച്ച ചെയ്തിരുന്നു ഖുതുബയുടെ ഇടയിൽ. ഖുതുബയുടെ മെയിൻ ഭാഗം കേൾക്കാൻ പോകുന്നത് പോലെ വിശദീകരണത്തിൽ സമയമുണ്ടെങ്കിൽ കടക്കാം. മക്കയിലും മദീനയിലും ചർച്ച ചെയ്തതായ സബ്ജക്റ്റ് നിങ്ങൾ നേരിട്ട് കേട്ടതായ മദീന പ്രസംഗത്തിൽ നിന്നിട്ട് ഏകദേശം നിങ്ങൾ മനസ്സിലാക്കി കാണും. ശരിക്ക് ഷോർട്ടായി പറയുകയാണെങ്കിൽ കഴിഞ്ഞ 2-3 ക്ലാസ്സുകളിലൂടെ ഈ മനുഷ്യൻ ചർച്ചക്കെടുത്തതായ വിഷയം വേറെ ശൈലിയിൽ അവർ പറഞ്ഞു എന്നതാണ്. അതെന്തായിരുന്നു? ഹജ്ജിലൂടെ പഠിക്കേണ്ട പാഠങ്ങൾ, സീസണിലൂടെ പഠിക്കേണ്ട പാഠങ്ങൾ. അത് പിന്നെ സ്ഥിരമായി ഇവിടെ താമസിക്കുന്ന നിങ്ങളെപ്പോലത്തെ വർഷങ്ങൾ താമസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് പറഞ്ഞറിയിക്കേണ്ടതില്ല. പക്ഷെ ഞാനൊരു ശൈലി ഉപയോഗിക്കാറുണ്ട്. അതെന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിലൊരു പ്രാവശ്യം മാത്രം പുണ്യഭൂമിയിലേക്ക് വരുന്നതായ ഹാജിമാരോട് നിങ്ങൾ പഠിച്ചു പോകണമെന്ന് കൽപ്പിച്ചിട്ടുണ്ടെങ്കിലും, നിങ്ങൾ ഈ യാത്ര ശരിക്കും ഉപയോഗപ്പെടുത്തണമെന്ന് കൽപ്പിച്ചിട്ടുണ്ടെങ്കിലും, വർഷങ്ങൾ ഇവിടെ തന്നെ താമസിക്കുന്നവരോട് അള്ളാഹ്ക്ക് എന്തായിരിക്കും പറയാനുണ്ടാവുക? പറഞ്ഞറിയിക്കേണ്ടതില്ല. അവർ പരലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അള്ളാഹ്ക്ക് അവരോട് എന്ത് ചോദിക്കാനുണ്ടാകും എന്നതും അതിൻ്റെ കട്ടി ഓർത്ത് ജീവിച്ചാൽ മതി എന്ന് ഞാനിവിടെ ഉണർത്താറുണ്ട്. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദര സഹോദരിമാരെ, വാസ്തവത്തിൽ ഡോക്ടർ ആല താലിബ് മക്കയിൽ ചർച്ച ചെയ്തതായ വിഷയത്തിൽ പുതിയ ജീവിതം കെട്ടിപ്പടുത്തുക, പുണ്യകർമ്മം നിർവഹിച്ച ശേഷം എന്നതാണ്. പുതിയ ജീവിതം, മക്കയോട് ബന്ധപ്പെടുന്ന ജീവിതം, മക്കയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ജീവിതം. അപ്പോൾ എന്ത് വേണ്ടി വരും? മക്കയിൽ നിന്നിട്ട്, മസ്ജിദുൽ ഹറാമിൽ നിന്നിട്ട്, കാബയിൽ നിന്നിട്ട് ഹജ്ജ് യാത്രയിലൂടെ പഠിച്ച പാഠം ഉൾക്കൊണ്ട് ജീവിക്കേണ്ടി വരും എന്നതാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ ഷോർട്ടായ ഭാഗം. പക്ഷേ അദ്ദേഹം കൂട്ടിച്ചേർത്ത പ്രധാന പോയിൻ്റുകളുണ്ട്. അതാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ വെക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ നാമും പലപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. അതെന്താണ്? നവാഖിദുൽ ഇസ്ലാം, നവാഖിദുൽ ഹജ്ജ്, നവാഖിദുൽ സലാ, നവാഖിദുൽ സാലിഹാത്ത്. നാം ചെയ്തു കൂട്ടിയ സൽക്കർമ്മങ്ങളെ പരലോകത്തിൽ നമുക്ക് ഫലം കിട്ടുന്നതാക്കി മാറ്റാൻ നാം എന്തു വേണം? ആ സൽക്കർമ്മങ്ങൾ നമ്മിൽ നിന്നിട്ട് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനുള്ളതായ പരിശ്രമം നമ്മളിലുണ്ടാവണം. അത് പലരും ശ്രദ്ധിക്കാത്ത ഭാഗമാണ്. അതെ, പലരും ധാരാളം നമസ്കരിച്ചു കൂട്ടും, ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്തു കൂട്ടും. എന്നിട്ടോ അവസാനം ഏതെങ്കിലും ഒരു ചില്ലറ ആദർശപരമായി വരുന്നതായ കാരണത്താൽ, അപകടത്താൽ, വിപത്ത് കാരണത്താൽ, തെറ്റ് കാരണത്താൽ അവൻ ചെയ്ത സൽക്കർമ്മങ്ങൾ മുഴുവനും എന്ത് സംഭവിക്കും? നശിച്ചു പോകും. മനുഷ്യൻ ചില കലിമ കൊണ്ട് റസൂൽ പറയുന്നു 770 ഖരീഫ് ഭൂമിയുടെ ആഴത്തിലേക്ക് അവൻ താഴ്ന്നു പോകും. ഒരു കലിമ കൊണ്ട്, വടക്ക് കലിമയാണെങ്കിൽ ഒരു വാക്ക് കൊണ്ട്. അപ്പോൾ നാം ചെയ്യുന്ന അമലുകൾ
അത് ഹജ്ജ് ചെയ്യലോടുകൂടി ഇമാം മക്കയിൽ ഉണർത്തിയതുപോലെ മദീനയിലും ഹജ്ജ് ചെയ്യുന്നതോടുകൂടി യഥാർത്ഥത്തിൽ അവൻ അള്ളാഹു അവനിൽ അർപ്പിച്ച പഞ്ചസ്തംഭങ്ങളിൽ അവസാനത്തെ തൂണാണ് സ്ഥാപിക്കുന്നത്. അതോടുകൂടി അവൻ അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടി പരിപൂർണ മുസ്ലിം ആവാനുള്ള ചാൻസ് കിട്ടുന്നു. അതുകൊണ്ടാണ് ഇന്നത്തതോടുകൂടി ഈ മതം അവസാനിച്ചു എന്ന് ഇസ്ലാമിക ഹജ്ജായിട്ട് റസൂല് ചെയ്യുന്ന ആദ്യത്തേതും അവസാനത്തേതുമായ ഹജ്ജ് ചെയ്യാൻ വേണ്ടി റസൂൽ അറഫയിലേക്ക് എത്തിയപ്പോൾ ഇറങ്ങിയ ആയത്തിൽ അല്ലാഹ് പറഞ്ഞത് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, നിങ്ങളുടെ മതം പൂർത്തിയായി, നിയമങ്ങളൊക്കെ ഇറങ്ങിക്കഴിഞ്ഞു. അതിൽ 5 വഖ്ത് നമസ്കാരമുണ്ട്, അതിൽ ഹജ്ജുണ്ട്, അതിൻ്റെ പരിപൂർണത കുറിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിൽ നോമ്പുകളുണ്ട്, സക്കാത്തുണ്ട്. അതിൽ വ്യക്തി, സാമൂഹ്യ, സാമ്പത്തിക, രാഷ്ട്രീയ ജീവിതം, ഒരു മുസ്ലിമിന് പരലോകമോക്ഷം നേടാനുള്ള എന്തെല്ലാം ആവശ്യമുണ്ട്. അത് മദീനത്തെ പള്ളി കെട്ടാൻ ആരംഭിച്ചപ്പോൾ പറഞ്ഞ ആ പരലോകമോക്ഷമാണ് യഥാർത്ഥ വിജയം എന്നത് റസൂലുള്ള പ്രവർത്തനത്തിലൂടെ ഇവിടെ കാണിച്ച് കൊടുത്തു. അതിൻ്റെ പരിപൂർണ്ണ സ്ഥാപിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അതിന് കോട്ടം തട്ടാതിരിക്കാൻ വേണ്ടി, അത് സംരക്ഷിക്കപ്പെടാൻ വേണ്ടി എന്തു വേണം? ഭാവി ജീവിതത്തിൽ ആദ്യമായിട്ട് ഇമാമ് എണ്ണിയത് ആദ്യമായിട്ട് പ്രാധാന്യം നൽകിയ ഒരു വിഷയമാണ്. അതെല്ലാവർക്കും അറിയുന്നതാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഖുർആനിൽ 96 തവണ ചർച്ച ചെയ്ത സബ്ജക്റ്റാണത്. എന്താണത്? ഏറ്റവും വലിയ വിപത്ത്, ഏറ്റവും വലിയ ആഫത്ത്, ഏറ്റവും ഷിർക്ക്. ആദ്യം ഇമാമ മക്കയിൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത്, ഹാജിമാരെ, നിങ്ങൾ ഇനിമേലിൽ നാട്ടിലേക്ക് മടങ്ങിക്കഴിഞ്ഞാൽ റസൂലുള്ളാഹി സൂചിപ്പിച്ചതുപോലെ അശ്ശിർക്കു അഖ്ഫാ ഫി ഉമ്മത്തി മിൻ ദബീബിൻ നംലി അല സഫാ, മാർബിൾ കല്ലിൻ്റെ മീതെ, മാർദ്ദവമുള്ള കല്ലിൻ്റെ മീതെ എങ്ങനെയാണ് ഉറുമ്പിരിഞ്ഞ് നടക്കുന്നത്, അത് എത്ര അവ്യക്തമാണ് എന്നതുപോലെ എൻ്റെ ഉമ്മത്തുകളെടുക്കൽ അവ്യക്തമായി കടന്നുകൂടാൻ സാധ്യതയുള്ളതായ മാരകമായ രോഗമാണ് ശിർക്ക് എന്ന് ജീവിതത്തിൽ കളവറിയാത്തവരും നമ്മുടെ മുമ്പിൽ അന്ധവിഷമം കൊള്ളുന്നവരുമായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായ ആ ഹദീസിൻ്റെ തത്വം, ഹദീസ് ഇമാം ഓതിയിട്ടില്ല, ഞാൻ ഈ പറഞ്ഞതായ ഹദീസ് മക്ക ഇമാം. ഒരു പക്ഷേ നിങ്ങൾ നാളെ ഖുതുബ മഗ്രിബിന് ശേഷം കേൾക്കുമ്പോൾ മൗലവി പറഞ്ഞല്ലോ ഈ ഹദീസ് അയാൾ ഓതിയില്ലല്ലോ എന്ന് തെറ്റിദ്ധരിക്കരുത്. ഹദീസ് ഇമാം ഓതിയിട്ടില്ല, പക്ഷേ ആ തത്വമാണ് ഞാൻ പറയുന്നത്. എന്താ? ഷിർക്ക് എന്ന സാധനം നിങ്ങളിൽ കടന്നുകൂടാൻ സാധ്യതയുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ ദൂതർ സൂചിപ്പിച്ച സാധനം. അള്ളാഹുവിൻ്റെ ദൂതർ 2-3 കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഉമ്മത്തുകളിൽ അറിഞ്ഞിട്ടോ അറിയാതെയോ കടന്നുകൂടാൻ സാധ്യതയുള്ള സാധനമാണ്. അതുകൊണ്ട് അതിനെ തൊട്ട് സംരക്ഷിക്കാൻ വേണ്ടി ഉമ്മത്തുകൾ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കണം. അതിൽപ്പെട്ട ഒന്നാമത്തതാണ് എന്ത്? ഷിർക്ക്. ഏതെങ്കിലും രൂപത്തിൽ, അറിയാത്ത രൂപത്തിൽ, ചെറിയ രൂപമുണ്ട് ഷിർക്ക്, വലിയ രൂപമുണ്ട് ഷിർക്ക്. വലിയ രൂപത്തിലുള്ള ഷിർക്ക് നരകം എന്നേക്കും നരകത്തിൽ കടക്കേണ്ടതായ മഹാപാപമാണ്. ചെറിയ രൂപത്തിലുള്ള ഷിർക്കാണെങ്കിൽ എന്നേക്കും നരകത്തിൽ കടക്കേണ്ടി വരികയില്ല. അതൊരു പക്ഷേ ലോകമാന്യമായിരിക്കാം. ലോകമാന്യം എന്നതായ ഷിർക്ക് ഷിർക്കുൽ അസ്ഗറാണ്. അങ്ങനെയുള്ള ശിർക്ക് ചെയ്യുമ്പോൾ അവർക്ക് അതിലൂടെ നരകത്തിൽ പോകേണ്ടി വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പുറത്തു കൊടുത്തിട്ടില്ലെങ്കിൽ, എന്നിട്ട് ശിക്ഷ കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ സാധിക്കും. പക്ഷേ വലിയ ശിർക്കാണെങ്കിൽ രക്ഷ ഇല്ലേ ഇല്ല. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബി, അല്ലാഹുവിൻ്റെ കൂടെ ശിട്ടികളെ പങ്കു ചേർക്കുക എന്ന, അല്ലാഹുവിൻ്റെ കൂടെ കാശിക്കുന്ന മൂത്രിക്കുന്ന മനുഷ്യന്മാരെ അല്ലാഹുവിനോട് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരോടും വിളിച്ച് പ്രാർത്ഥിക്കുക എന്ന ശിർക്ക് ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് അല്ലാഹു പുറത്തു തരിക തന്നെ ഇല്ല, മാഫി ചെയ്തു തരിക തന്നെ ഇല്ല. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാത്ത തെറ്റുകൾ എന്ത് ചെയ്താലും ഇഷ്ടമുള്ളവർക്ക് അല്ലാഹു പുറത്തു കൊടുത്തേക്കാം. അല്ലാത്ത തെറ്റുകൾ എന്ത് ചെയ്താലും ഇഷ്ടമുള്ളവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കും. ഇതാണ് അറിഞ്ഞിട്ടോ അറിയാതെയോ മനുഷ്യനിൽ കടന്നുകൂടാൻ സാധ്യതയുണ്ട്. ആ കടന്നുകൂടുന്നത് വലിയ ശിർക്കാണെങ്കിൽ നരകത്തിലേക്ക് എന്നു പോകേണ്ടി വരും. എന്തുകൊണ്ട്? ومن يشرك بالله فقد حرم الله عليه الجنة. ആരെങ്കിലും അള്ളാന്റെ കൂടെ ശിട്ടികളെ പങ്കു ചേർത്താൽ അള്ളാഹ് അവന് സ്വർഗം ഹറാമാക്കിയിരിക്കുകയാണ്. സ്വർഗം അവന് ഹറാമാണ്. അള്ളാഹു ആയിനത്തിൽ നമ്മെ പെടുത്താതിരിക്കട്ടെ. പിന്നെ ചെറുദോഷമായി ഞാൻ പറഞ്ഞ, അല്ലെങ്കിൽ ചെറിയ ശിർക്കായി ഞാൻ പറഞ്ഞതായ ശിർക്ക്, അത് ചിലപ്പോൾ ഞാൻ പഴയ കാലഘട്ടങ്ങളിലും ഉദാഹരണം പറയാറുള്ളത് എന്താണ്? പൂച്ച, കറുത്ത പൂച്ചയെ കണ്ടാൽ എന്തോ ഒരു പ്രയാസം ചില മനുഷ്യന്മാർക്ക്. പ്രത്യേകിച്ച് പൂച്ച മുമ്പിൽ കൂടി ഓടിയാൽ നടക്കൂല എന്നാണ്. എന്താണ്? അതൊരു അവലക്ഷണമാണ്.
ആരെങ്കിലും പോട്ടെ, മൂപ്പരുടെ സുഹൃത്ത് മുസ്ലിം പെടട്ടെ, ഞാൻ പെടൂല. മൂപ്പരുടെ വിശ്വാസം അനുസരിച്ച് അങ്ങനെയാണല്ലോ, അത് അപകടമാണ്. വേറൊരു മുസ്ലിം പെട്ടോട്ടെ, ഞാൻ പെടണ്ട. അപ്പോൾ ഇതിപ്പോൾ എന്താണ്? ഇത് യഥാർത്ഥത്തിൽ അള്ളാഹുവിലുള്ള തവക്കുലിൽ കോട്ടം, അള്ളാഹുവിലുള്ള ബരമേൽപ്പിക്കലിൽ കോട്ടം, അള്ളാഹുവിലുള്ള യഥാർത്ഥ വിശ്വാസത്തിൽ കോട്ടം, അള്ളാഹിൻ്റെ കഴിവ് കൽപ്പ് മനസ്സിലാക്കുന്നതിലുള്ള വീഴ്ച. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഖൈറും ഷർറിനെ കുറിച്ച് നമ്മളെന്ത് പഠിച്ചു? ജിബ്രീൽ പഠിപ്പിച്ച ഹദീസിൽ വൽ ഖദറു ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല. ഖൈറും ഷർറും അള്ളാഹുവിൽ നിന്നിട്ടാണ്, ഷിട്ടുകളെ പോക്കറ്റിലല്ല. പിന്നെ എന്തടോ ഇത് പൂച്ചയല്ല പുലി തന്നെ ഓടിയാൽ നിനക്കെന്താ പേടി? അള്ളാഹുവിൻ്റെ കൂടെ ഉണ്ടായിരിക്കവേ, ഷെറും ഖൈറും അവൻ്റെ കയ്യിലാണെന്ന് നിനക്ക് വിശ്വാസം ഉണ്ടായിരിക്കവേ, ഇങ്ങനെയുള്ള കോട്ടം തട്ടുന്നതായ ആ ഇഷ്കാല്, ആ ശക്ക് നമ്മളിൽ കയറിക്കൂടിയാൽ എന്ത് സംഭവിക്കും? നമ്മുടെ ഈമാൻ കൊന്നുകയറും. നമ്മുടെ ഈമാൻ നാം അറിയാതെ കൊന്നുകയറും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പക്ഷേ അത് എന്താണ്? എന്നേക്കുമെന്ത് നരകത്തിൽ കടക്കേണ്ടി വരുന്നതായ ശിർക്കല്ല അത്, കോട്ടം തട്ടിയതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ശിർക്ക് കടക്കാൻ സാധ്യതയുണ്ട്, ഇങ്ങനെയുള്ള ശിർക്ക് കടന്നുകൂടാൻ സാധ്യതയുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അശ്ശിർകു ഫീ ഉമ്മത്തി, ശിർക്ക് എൻ്റെ ഉമ്മത്തുകളിൽ നംല്, നേരത്തെ പറഞ്ഞ ഹദീസാണ്, അത് വീണ്ടും മടക്കി പറയേണ്ട ആവശ്യമില്ല, ടൈമില്ലല്ലോ നമ്മൾക്ക്, വളരെ വളരെ ചുരുക്കമാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളോടൊന്ന് അപേക്ഷിക്കുന്ന ഓർമ്മ വന്നതുകൊണ്ട് ഇനി അടുത്ത ആഴ്ചകളിലെല്ലാം ഈ വരാൻ പോകുന്ന ഏതാനും മാസങ്ങൾ മാത്രം ളുഹറിൻ്റെയും അസറിൻ്റെ ഇടയിലുള്ള ടൈം വളരെ പരിമിതം, വളരെ ചുരുക്കം, 3/4 മണിക്കൂർ വരെ നമുക്ക് ശരിക്കും ക്ലാസ് എടുക്കാൻ സമയം കിട്ടൂല, ബാങ്കിൻ്റെ ളുഹറിൻ്റെ അസറിൻ്റെ ഇടയിലുള്ള ടൈം. അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി പെട്ടെന്ന് എന്ത് ചെയ്യുക, എത്താൻ വേണ്ടി പരിശ്രമിക്കുക. എന്നാൽ ഒരു മണിക്കൂറെങ്കിലും ചുരുങ്ങിയ ക്ലാസ് എടുക്കാൻ നമുക്ക് ടൈം കിട്ടും, ഒരു സബ്ജക്റ്റ് പൂർത്തിയാക്കാൻ സാധിക്കുമെന്നർത്ഥം. അതുപോലെ തന്നെ നമ്മുടെ ഇടയിൽ നാം അറിഞ്ഞിട്ടോ അറിയാതെ കടന്നുകൂടാൻ സാധ്യതയുള്ളതായ തെറ്റുകളിൽപ്പെട്ടതാണ് വ്യഭിചാരം. വ്യഭിചാരം ഉദ്ദേശിച്ചാലും ഉദ്ദേശിച്ചില്ലെങ്കിലും അതിൻ്റെ എന്തെങ്കിലും ഒരു അവകാശം മനുഷ്യനിൽ കടന്നുകൂടുമെന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി പറയുന്നു. എന്തുകൊണ്ട്? അൽ ഐനു തസിനി, കണ്ണ് വ്യഭിചരിക്കുന്നു. വസിനാഹ, കണ്ണിൻ്റെ വ്യഭിചാരം അന്നവർ, നോക്കലാണ്. നീ അശ്ലീലത്തെ കാണുമ്പോൾ, നീ ആ തുണയിച്ച് ചാടുന്ന ചാട്ടം കാണുമ്പോൾ, അത് നെറ്റിലൂടെയാവട്ടെ, അല്ലെങ്കിൽ ചവറ്റ് കൊട്ടയുടെ താഴെ ഇരുന്നിട്ടാവട്ടെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പത്രങ്ങളിലൂടെയാവട്ടെ, എവിടെയായിരുന്നാലും വിരോധമില്ല. ആ നഗ്നത നീ കാണുന്ന വേളയിൽ നിന്റെ കണ്ണിലൂടെ വ്യഭിചാരത്തിൻ്റെ ഒരു ശതമാനം കടന്നുകൂടി. നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി. അൽ ഐനു തസിനി വസിനാഹ അന്നളർ. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ളതായ ഓരോ കാതും അങ്ങനെ തന്നെ കാതിലൂടെ, കൈയും അങ്ങനെ തന്നെ കൈയിലൂടെ, കാലും അങ്ങനെ തന്നെ കാലിലൂടെ. നീണ്ട ഹദീസ് റസൂൽ പറയുന്നു, ഒരു റിജ്ലു തസിനി വസിനാഹ അൽ മഷി വൽയദു തസിനി വസിനാഹ അൽ ബത്ഷ്. കൈകൊണ്ട് സ്പർശനം നടത്തുക അന്യ സ്ത്രീകളെ, അത് വ്യഭിചാരത്തിൻ്റെ ഭാഗമാണ്. കൈകൊണ്ടുള്ള വ്യഭിചാരം. കാതുകൊണ്ടുള്ളത് അശ്ലീല പദങ്ങൾ, നീ അല്ലാത്ത ലോകത്ത് വേറൊന്നുമില്ലടി എന്നൊക്കെ പറയുന്ന ആ ശിർക്കിൻ്റെ പദത്തോട് തുല്യതയുള്ളതായ പദങ്ങൾ പെണ്ണിനെക്കുറിച്ചോ അല്ലെങ്കിൽ അന്യ സ്ത്രീയെക്കുറിച്ചോ പാടുക, അന്യ സ്ത്രീയെക്കുറിച്ചോ പാടുക, ആ പാട്ട് കേൾക്കുക. അതെന്താണ്? അശ്ലീലം, കാതിലൂടെയുള്ള വ്യഭിചാരമാണ്, കാതിലൂടെയുള്ള വ്യഭിചാരമാണ്. അതുകൊണ്ട് നമുക്കറിയാം, സിനിമാ പാട്ടുകളെല്ലാം ഇന്നത്തെ വിനോദാഭാസങ്ങളുടെ ഉടമകൾ പാടുന്ന ആ എരുമ പോത്തുരാഗങ്ങളെല്ലാം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ബഹുഭൂരിഭാഗവും അശ്ലീലമാണ്, അല്ലെങ്കിൽ ശിർക്കാണ്. അതെ, സംശയമേ ഇല്ല. ഞാൻ കേരളത്തിൽ 40 കൊല്ലം മുമ്പ് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഓർക്കുന്നു, എവിടെയോ ഒരു സ്ഥലത്ത് കേട്ടതായ ശബ്ദത്തിൻ്റെ, വടക്ക് ശബ്ദത്തിൻ്റെ അർത്ഥം ഞാൻ പറയാം. ദൈവം തന്നെ എൻ്റെ കാമുകിയിലേക്ക് നോക്കിയാൽ എൻ്റെ കാമുകിയെ ആര് സൃഷ്ടിച്ചു എന്ന് വിചാരിച്ച് അത്ഭുതപ്പെട്ടിരുന്നേനെ. ദൈവേ, എൻ്റെ കാമുകിയിലേക്ക് ദൈവം നോക്കിയാൽ. ഇത് പാട്ടായി പാടാം, ഇത് പാടാനും വേണ്ടി കാശ് കൊടുത്തിട്ട് ആജിമാർ വാങ്ങാം, കുട്ടികളെ കൊണ്ട് കേൾപ്പിക്കുക. ശിർക്കാണ് പറയുന്നത്. എൻ്റെ ശ്വാസം ഹരേ കൃഷ്ണ ഹരേ രാം എന്ന് ഞാൻ പറയുമെന്നത് ഇങ്ങനെ തന്നെ തൊള്ളയിൽ പാടിപ്പിക്കുക, കുട്ടികൾക്ക് കാശ് വാങ്ങിക്കൊടുക്കുക. ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത്? ഷിർക്കിൻ്റെ പാട്ട്, ഷിർക്കിൻ്റെ പദം, അള്ളാനെ വെറുപ്പിക്കുന്ന പാട്ട്, അള്ളാനെ വെറുപ്പിക്കുന്ന പദം, അള്ളാനെ വെറുപ്പിക്കുന്ന അശ്ലീലങ്ങൾ, ഇതെല്ലാം നമ്മുടെ കാറിൽ, നമ്മുടെ വീട്ടിൽ, നമ്മുടെ കടയിൽ, നമ്മുടെ സ്കൂളുകളിൽ, നമ്മുടെ എല്ലാ മേഖലകളിലും
അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, വ്യഭിചാരം എന്നതിൻ്റെ ഏതെങ്കിലും ശതമാനം മനുഷ്യരിൽ കടന്നുകൂടാതെ രക്ഷയില്ല. വൽ ഫർജു, ഗുഹ്യസ്ഥാനം, യുസദ്ദിഖുഹു ഔ യുകദ്ദിബുഹു, ഒന്നൊരിക്കലോ ആ ഗുഹ്യസ്ഥാനം ആ കണ്ണ് കണ്ടതിൻ്റെ ശേഷം, കാത് കേട്ട ശേഷം, ഹൃദയത്തിൽ ഉദിച്ച ശേഷം, ഓർഡർ കൊടുത്തതനുസരിച്ചിട്ട് ഗുഹ്യസ്ഥാനത്തിലൂടെ സംയോഗം ഉണ്ടാവുകയാണെങ്കിൽ, വ്യഭിചാരം ഉണ്ടാവുകയാണെങ്കിൽ അത് സിനയായി മാറുന്നു. അത് ഗുഹ്യസ്ഥാനത്തിൻ്റെ സിനയാണ്. മറ്റു അവയവങ്ങളുടെ സിന മുമ്പ് തന്നെ അവിടെ സ്ഥാപിക്കപ്പെട്ടു എന്നർത്ഥം. ഏത് ഓരോ അവയവങ്ങൾക്ക് വ്യഭിചാരമുണ്ട്. അതുകൊണ്ടാണ് കൂട്ടരെ നാം വിനോദങ്ങളെ വെറുക്കുന്നതും വിനോദങ്ങളെ എതിർക്കുന്നതും. ഖുർആൻ ദശക്കണക്കിൽ പ്രാവശ്യം വിനോദാവാസങ്ങൾ വിട്ടു നിൽക്കേണ്ട, കളിക്കേണ്ടവരല്ല നാം, കാര്യത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ് നാം. وما خلقنا السماء والأرض وما بينهما لاعبين ولو أردنا أن نتخذ لهوا لاتخذناه من لدنا إن كنا فاعلين بل نقذف بالحق على الباطل فيدمغه فإذا هو زائغ ولكم الويل مما تصفون ما خلقنا السماء والأرض وما بينهما لاعبين. ഈ വിശാലമായ ആകാശഭൂമികളെ നാം സൃഷ്ടിച്ചത് വിനോദാഭാസത്തിന് വേണ്ടിയല്ല, പന്താടാൻ വേണ്ടിയല്ല, ഡാൻസാടാൻ വേണ്ടിയല്ല, കളിക്കാനല്ല. അതാണല്ലോ ഇപ്പോൾ കാണുന്നത്. ദീൻ കൊണ്ട് പന്താട, അതാണ് ഏറ്റവും വലിയ അത്ഭുതം. ദീൻ എന്താ ഇസ്ലാമിക് ഫിലിം. ഇസ്ലാമിക് ഫിലിമിലോ അതിൽ ആണും പെണ്ണൊക്കെ യാതൊരു ബന്ധവുമില്ലാത്ത ഫാത്തിമത്തിയും യാതൊരു ബന്ധമില്ലാത്ത മമതാക്കിയും അവിടെ ഇരുന്നിട്ട് ആങ്ങള പങ്ങള എന്ന് പറഞ്ഞ് അഭിനയിക്കുക. ആങ്ങളും പങ്ങള അത് അഭിനയിക്കുന്നത് ഇസ്ലാമിക പ്രശ്നമല്ലേ? അവൾ ഇബ്രാഹിം അല്ലേ, ഞാൻ ഹാജറല്ലേ, അല്ലെങ്കിൽ വേറെന്തെങ്കിലും അഭിനയിക്കുക. ഇത് ദീൻ കളിയാക്കി മാറ്റാം. എടോ, കളിയിലൂടെ ദീൻ പഠിപ്പിക്കാനോ? ദീൻ എന്ന് പറഞ്ഞാൽ തന്നെ അള്ളാഹിലേക്കുള്ള സമർപ്പണം അവിടെ ഉണ്ടാകുമ്പോൾ പിന്നെ പേടി വന്നു. ഇന്നലെ നമ്മുടെ ഒരു ക്ലാസ് മെമ്പർ കുറച്ച് വർഷങ്ങൾ ക്ലാസ് കേട്ട ശേഷം അദ്ദേഹം സമ്മതിക്കുന്നു, അദ്ദേഹത്തിൻ്റെ ഭാവി കഴിഞ്ഞ കാലഘട്ട ജീവിതത്തിന് വിപരീതം ജീവിക്കാൻ ആരംഭിച്ചത് കൊണ്ടാണ് അത് പറഞ്ഞത്. വളരെ അഭ്യസ്ത വിദ്യനായ വ്യക്തി കൂടിയാണ്. അദ്ദേഹം പറഞ്ഞു എന്നോട്, ഇവിടെ മദീനയിൽ വന്നതിൻ്റെ ശേഷം ലഭിച്ചത് എന്തെന്ന് പറഞ്ഞാൽ, മൗലവി, ഞാൻ ജീവിച്ച മേഖലയിൽ പരലോകം എന്നത് ഞങ്ങൾക്ക് ഓർക്കാൻ ചുറ്റുപാട് അന്തരീക്ഷം സമ്മതിച്ചിരുന്നില്ല. ഇവിടെ എത്തിയ ശേഷം, ക്ലാസ്സുകളിൽ പങ്കെടുത്ത ശേഷം പരലോകമുണ്ട്, മരിക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് പഠിക്കാൻ സാധിച്ചു എന്ന് അദ്ദേഹം പറയുന്നു. അതെ, അങ്ങനെ ജീവിക്കുന്ന, പരലോകം ഓർക്കാനുള്ളതായ ചുറ്റുപാട്, ആ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്നവർ കളിക്കാനോ പന്താടാനോ ഡാൻസാടാനോ മതത്തിൻ്റെ പേരും പറഞ്ഞിട്ട്? സുബ്ഹാനല്ലാഹ്. അള്ളാഹു പറയുന്നു, ഈ വിശാലമായ ഈ അത്ഭുത സൃഷ്ടികൾ, നമ്മെ സംബന്ധിച്ചിടത്തോളം അത്ഭുത സൃഷ്ടികളെ നാം സൃഷ്ടിച്ചത് കളിക്കാൻ വേണ്ടിയല്ല. മറ്റേ ആയത്തിൽ, ഈ ആയത്തിലല്ല, അല്ലേ? ഇത് സത്യമാണ്. സത്യം സ്ഥാപിക്കാൻ വേണ്ടി, സത്യം നിലനിർത്താൻ വേണ്ടി, സത്യം പ്രചരിപ്പിക്കാൻ വേണ്ടി, സത്യം പൊങ്ങി നിൽക്കാൻ വേണ്ടിയാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്. നിങ്ങളീ കേൾക്കുന്നത് വിനോദമല്ല, നിങ്ങളീ കാണുന്നത് ഫിലിമല്ല, ആക്ടിംഗ് അല്ല. ഇത് പ്രകൃതിയുടെ വികൃതിയല്ല. ദഹരികൾ പറഞ്ഞതുപോലെ, കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ മതം പൊട്ടിയവർ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ മതനിഷേധികൾ പറഞ്ഞതുപോലെ, ഇത് പ്രകൃതിയുടെ വികൃതിയല്ല, ഇത് യാഥാർത്ഥ്യമാണ്. ഇത് റബ്ബിൻ്റെ സൃഷ്ടിയാണ്. ഈ സൃഷ്ടിപ്പ് റബ്ബ് സൃഷ്ടിച്ചത് ആ റബ്ബിലേക്ക് നിങ്ങൾ ആ സൃഷ്ടിപ്പിലൂടെ എത്താൻ വേണ്ടിയാണ്. ഇനി പന്താടാൻ നാം ഉദ്ദേശിക്കുകയാണെങ്കിൽ, കളിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ, നാം അത് കാട്ടും. നമുക്ക് പന്താടാൻ അറിയും. നോടിയുടെ കൊണ്ട് ഇന്നൊരു ഷെട്ടിയെ ഷെട്ടിക്കുക, ഇന്ന് 7 ആകാശത്തിൽ ഷെട്ടിക്കുക, 7 ഭൂമിയെ ഷെട്ടിക്കുക, എന്നിട്ട് ചുട്ട് ചാമ്പലാക്കുക, എന്നിട്ട് നാളെ വേറെ ഷെട്ടിക്കുക. വേറെ ഷെട്ടിപ്പിൽ അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് സൂറത്ത് അംഫാലിൽ, ഞാൻ പറയും പോലെ എൻ്റെ മതം നിലനിർത്താൻ, എൻ്റെ മതം പ്രചരിപ്പിക്കാൻ, തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ, നിങ്ങളുടെ കഴുത്തും കരളും മുറിച്ചു കൊടുക്കാൻ യുദ്ധത്തിന് പോകാൻ തയ്യാറില്ലെങ്കിൽ നിങ്ങളെ ഞാൻ നശിപ്പിക്കും. എന്നിട്ട് നിങ്ങൾക്ക് പകരം മറ്റുള്ളവരെ ഞാൻ സൃഷ്ടിക്കും. പിന്നെ അവർ നിങ്ങളെപ്പോലെയല്ല ജീവിക്കൽ, ഞാൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ അവർ ജീവിക്കും. സൂറത്തുൽ അംഫാൽ മറിച്ച് നോക്കുക. അങ്ങനെയുള്ളവരെ ഞാൻ സൃഷ്ടിക്കുമെന്ന് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലു പറയുന്നു. ലോ അറദ്നാ അൻ നത്തഖിദ ലഹവൻ ലത്തഖദ്നാഹു മിൻ ലദുന്നാ ഇൻ കുന്നാ ഫാഇലീൻ ബൽ നഖ്ദിഫു ബിൽ ഹഖ് അലൽ ബാതിൽ. നാം ഇവിടെ ഉദ്ദേശിക്കുന്നത് ഖുർആനിലൂടെ, ഹക്കിലൂടെ, സത്യത്തിലൂടെ
ബദർ യുദ്ധത്തിലൂടെ, ഉഹദ് യുദ്ധത്തിലൂടെ, ഇവിടെ നടന്നതായ പോരാട്ടങ്ങളിലൂടെ, നബിമാരിലൂടെ, പ്രബോധകന്മാരിലൂടെ, പ്രവർത്തകന്മാരിലൂടെ എന്ത് സംഭവിക്കുന്നു? തൗഹീദാകുന്ന സത്യമാകുന്ന ആ ബോംബ് കൊണ്ട് അസത്യമാകുന്നതായ തോന്നിവാസത്തെ നാം അവശേഷപ്പെടുത്തുന്നു, തേരിപ്പണമാക്കുന്നു. തേരിപ്പണമായില്ലേ? ഒരു 1500 കൊല്ലം മുമ്പ്, 1500 കൊല്ലം മുമ്പ് ഉള്ളൊരു മക്ക, ഒരു മദീന, നിങ്ങൾ ഓർത്തു നോക്കുക, ചരിത്രം പഠിച്ചു ഓർക്കുക. എന്താണ് സ്ഥിതി? ആർക്കും സുരക്ഷിതത്വത്തോടുകൂടി ജീവിക്കാൻ പറ്റൂല. ഈ മദീനയിൽ ജൂതന്മാർ ധാരാളമുണ്ട്, എത്രയോ കബീലകളുണ്ട്. അറിയപ്പെട്ട കബീല നിങ്ങൾക്കറിയാം, ബനി ഖുറൈള, ബനി ഖൈനുഖ, ബനി നദീർ. ഇതല്ലാതെ വേറെയും ഉപകബീലുകൾ വേറെയും ധാരാളമുണ്ട്. ഇവർക്കെല്ലാം പട്ടണത്തിൽ വരാൻ പേടി, അവർ കോട്ടയുടെ അകത്താണ്. എന്താണ്? കാട്ടാളന്മാരാണ്. പ്രശ്നം എന്താണ്? പെണ്ണുങ്ങളെ പുറത്തു വിടാൻ പറ്റൂല, സമ്പത്ത് പുറത്തു വിടാൻ പറ്റൂല, ഒന്നിനും സംരക്ഷണമില്ല. അവർ തമ്മിലാണെങ്കിൽ അറബികൾ, ഔസികൾ, ഹസ്രജികൾ വേറെ യുദ്ധം നടക്കുകയാണ്. 40 കൊല്ലം നീണ്ടു നിന്ന യുദ്ധം നടന്നുകൊണ്ടിരിക്കവേ പൊറുക്കളത്തിൽ വെച്ചിട്ട് അങ്ങിങ്ങും ചോദിക്കുകയാണ് പോലോ, നമ്മൾ എന്തിനാ യുദ്ധം തുടങ്ങിയത് എന്ന്. അവർക്ക് തന്നെ അറിയില്ല എന്തിനാ യുദ്ധം തുടങ്ങിയതെന്ന്. അങ്ങനെ അക്രമത്തിൽ ജീവിക്കുന്ന ഒരു അന്തരീക്ഷം. അതുകൊണ്ട് തന്നെ ഈ മദീനക്കാർ മക്കയിലേക്ക് ഹജ്ജിന് വേണ്ടി പോയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്തിന്റെ 11ാമത്തെ വർഷത്തിൽ മക്കയിൽ വിജയിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അള്ളാഹ് അറിയിച്ചത് കൊടുത്തുകൊണ്ടായിരിക്കാം, വിദേശികളെ കണ്ടുമുട്ടി പ്രബോധനം ചെയ്യാൻ വേണ്ടി ഇവിടുന്ന് പോയ ഹസ്രജികളായ 6 ആളുടെ മുമ്പിൽ നിങ്ങൾ മിനയിൽ കല്ലെറിയാൻ പോയ, പെരുന്നാൾ രാവിലെ കല്ലെറിയാൻ പോയ ആ പർവ്വതത്തിൻ്റെ ഇടുക്കിൽ ഇങ്ങനെ ഒളിച്ചിരുന്നു കൊണ്ട് അവരോട് സംസാരിക്കാം. നിങ്ങൾ എവിടെ നിന്നാണ്? നിങ്ങൾ മദീനയിൽ നിന്നാണ്. കുഴപ്പമുള്ള നാട്ടിലോ? തമ്മിലുള്ള കുഴപ്പമൊക്കെ കഴിഞ്ഞോ? അവിടെയുള്ള യുദ്ധങ്ങളൊക്കെ അവസാനിച്ചോ? ഇവിടുത്തെ വാർത്ത അതാണ്. ഇവിടുത്തെ വാർത്ത എന്താണ്? സുരക്ഷിതത്വത്തോടു കൂടി ജീവിക്കാൻ പറ്റാത്തൊരു അന്തരീക്ഷം. കൊലയില്ലാത്ത ദിവസമില്ല, കൊള്ളയില്ലാത്ത ദിവസമില്ല, വ്യഭിചാരമില്ലാത്ത ദിവസമില്ല. അങ്ങനെയുള്ളൊരു അന്തരീക്ഷം. അങ്ങനെയുള്ളൊരു അന്തരീക്ഷത്തിലേക്ക് നിങ്ങൾ കണ്ണോടിച്ചു നോക്കുക. ബൽ നഖ്സിഫു ബിൽ ഹഖ് അലൽ ബാത്തിൽ, സത്യം നിലനിർത്തി അസത്യത്തെ നാം അവശേഷപ്പെടുത്തലാണ് ഈ ഖുർആൻ, ഈ മതം, ഈ ദീൻ, ഈ തൗഹീദ് ചെയ്തത് എന്നത് ഖുർആൻ പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ ഉള്ളതായ വിശാലമായ അർത്ഥത്തെ മനസ്സിലാക്കാൻ 1500 കൊല്ലം മുമ്പുള്ള ഹിസ്റ്ററിയിലേക്ക്, മക്കയിലേക്ക്, മദീനയിലേക്ക് മടങ്ങി നോക്കിയാൽ മതി. അപ്പോൾ മനസ്സിലാക്കാൻ പറ്റും എന്തൊരു ചേഞ്ചാണ് റബ്ബ് ഉണ്ടാക്കിയത് ഈ ഖുർആനിലൂടെ. ഏതാനും 30 ദിവസം റസൂലുള്ളാഹി ഇവിടെ വന്ന ശേഷം, റസൂലുള്ളാഹി വഫാത്തായിട്ട് 30 ദിവസമായപ്പോൾ ഇതേ അന്തരീക്ഷം റഷ്യയിൽ, ഇതേ അന്തരീക്ഷം ഇറാഖിൽ, ഇതേ അന്തരീക്ഷം സ്പെയിനിൽ, ഇതേ അന്തരീക്ഷം ഇത് ആഫ്രിക്കയിൽ. ഇത് എന്തെങ്കിലും പറയല്ലോ, അങ്ങനെയാണ് സംഭവിച്ചത്. പക്ഷേ അത് കാര്യത്തിന്റെ ജീവിതം ജീവിച്ചപ്പോൾ മാത്രമാണ് എന്നതാണ് പറഞ്ഞു വരുന്നത്. പന്താടൽ അവർക്ക് അറിയുകയില്ല, കളിക്കൽ അവർക്ക് അറിയുകയില്ല എന്ന് പറഞ്ഞാൽ കളിക്കാൻ വേണ്ടി അല്ല നാം ജീവിക്കുന്നത് എന്ന തീരുമാനത്തിലേക്ക് അവരെത്തിയത് കൊണ്ടാണ്. കണ്ടാൽ തന്നെ ഗെറ്റപ്പ്, പേടി. ഇമാമിങ്ങളെ കണ്ടാൽ, താബിഈങ്ങളെ കണ്ടാൽ, സലഫ് സാലിഹ്യങ്ങളെ കണ്ടാൽ നിങ്ങൾ നോക്കൂ, അവരുടെ ഹിസ്റ്ററിയൊക്കെ പരിശോധിച്ച് നോക്കൂ. ഇമാം മാലിക്കിനെ ഇമാം ഷാഫി കാണാൻ വരാണ് മദീനത്ത്. എന്നിട്ടോ മാലിക് ഇമാമിൻ്റെ കൂടെ അമീറിനെ റെക്കമെൻഡ് ചെയ്യാൻ പിടിച്ചു കൊണ്ടുപോയ കഥ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. മദീന അമീറെ എവിടേക്കാണ്? ഇമാം മാലിക് മദീനത്തെ പള്ളിയുടെ ഇമാമിനെ കാണാൻ റെക്കമെൻഡ് ചെയ്യാൻ. എന്താ പേടി? എന്നിട്ട് അമീർ പറയാണ് എനിക്ക് അയാളോട് സംസാരിക്കാൻ പറ്റില്ല. പിന്നെ നിങ്ങൾ സംസാരിച്ചോ എന്ന്. കുട്ടി ഏറ്റെടുത്തു. 19 വയസ്സാണ് കുട്ടിക്ക്. ഏത് കുട്ടി? മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി. റസൂലുള്ളാഹിന്റെ കുടുംബമാണ്, മുത്തലിം കുടുംബമാണ്. അദ്ദേഹത്തിന്റെ വലിയ അപ്പ റസൂലുള്ളയും ഒരുപോലെ തുല്യതയുള്ള മനുഷ്യനായിരുന്നു. ഇബ്നു സാഹിബ് അല്ലെങ്കിൽ അബു സാഹിബ്. ഏത്? റസൂലുള്ളാഹിന്റെ തുല്യതയുള്ള 4-5 പേരുണ്ടായിരുന്നു. അതിൽ കണ്ട റസൂലാന്ന് കൊതിപ്പോകുന്ന രൂപത്തിലുള്ള കോലമായിരുന്നു ഇമാം ഷാഫിയുടെ വലിയാപ്പയുടെ കോലം. മനസ്സിലായില്ലേ? പറഞ്ഞു വരുന്നത്, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ ചെന്നപ്പോൾ ഈ ജനങ്ങളൊക്കെ പേടിക്കുന്ന മനുഷ്യനെ അങ്ങനെ ഒന്ന് കാണണമെന്ന് മൂപ്പർക്ക് പിന്നെ പൂതി. മുമ്പ് ആദ്യം കേട്ടതൊക്കെ മുവത്തയുടെ ഉടമയാണ്. ഞാൻ മനഃപ്പാടമാക്കി കഴിഞ്ഞു മുവത്ത എന്ന അദ്ദേഹം എഴുതിയ ഗ്രന്ഥം. പക്ഷേ അദ്ദേഹത്തിനോട് ആ മുവത്തയെ വായിച്ച് കേൾപ്പിച്ചിട്ട് ഒന്ന് നേരിട്ട് പഠിക്കണം എന്ന പൂതി വെച്ചിട്ട് മക്കക്കാരനായ ഷാഫിഈ അഥവാ മുഹമ്മദ് ബിൻ ഇദ്രീസ് മദീന ഇമാമായ മാലിക്കിനെ കാണാൻ വരാണ്. അങ്ങനെ മാലിക് ഇമാം റഹ്മത്തുള്ളാഹിയുടെ അടുക്കൽ വീട്ടിലേക്ക് എത്തിയപ്പോൾ എഴുത്ത് കൊണ്ടുവന്നത് മക്ക അമീറിൻ്റെ എഴുത്താണ്. മക്ക അമീറിൻ്റെ എഴുത്ത്. ഇദ്ദേഹം സെയ്ദ് കുടുംബമാണ്, കുടുംബത്തിൽപ്പെട്ട വ്യക്തിയാണ്. ഇദ്ദേഹത്തിൻ്റെ പേരിങ്ങനെയാണ്. ഇദ്ദേഹം മക്കയിൽ പഠിച്ചു. പക്ഷേ നിങ്ങളുടെ അടുക്കൽ പഠിക്കണമെന്ന് ബോധ്യമുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ, മദീന യൂണിവേഴ്സിറ്റിയിൽ
കടത്തണം എന്ന് പറഞ്ഞുകൊണ്ട് മക്ക അമീർ എഴുതാണ്. 1300 പരം വർഷങ്ങൾക്ക് മുമ്പ് സംഭവിക്കുന്ന സംഭവമാണ് നിങ്ങൾ കേൾക്കുന്നത്. മനസ്സിലായില്ലേ? ഹിജ്റ 150 ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ജനിക്കുന്നത്. ഹിജ്റ 204 ഇമാം ഷാഫി മരിക്കുകയും ചെയ്യുന്നത്. ഹിജ്റ 179 ഇമാം മാലിക് ബിൻ അനസ് അൽ അസ്ബഹി മരിക്കുന്നത്. ഹിജ്റ 93-4 ആണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി ജനിക്കുന്നത്. പറഞ്ഞു വരുന്നത്, അങ്ങനെ വാതിലിടിച്ചു. വേലക്കാരനോ വേലക്കാരിയോ വന്ന് വാതിൽ തുറന്നു. ചോദിച്ചു, എന്താണ്? ഇമാമിനെ കാണണം, കൂടെ അമീറുണ്ട്, മദീന ഗവർണറുണ്ട്. അത് പോയി പറഞ്ഞപ്പോൾ, ആദ്യം ചോദിച്ചപ്പോൾ പറഞ്ഞു, ഈ സമയത്ത് ഇമാം ആരെയും സ്വീകരിക്കൂല. അങ്ങനെയാണ് അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ട് ഖുർആനിൽ. ഏത് വീട്ടിൽ പോയാൽ 3 പ്രാവശ്യം അനുവാദം ചോദിക്കുക. എന്നിട്ട് നിങ്ങളോട് ആ വീട്ടുകാര് ഇപ്പോൾ നിങ്ങളെ ഞാൻ സ്വീകരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ മടങ്ങിപ്പോവുക, അതാണ് നിങ്ങൾക്ക് ഉത്തമം. എന്താണ് ആ ശിക്ഷണം? ചിലപ്പോൾ നീ വീട്ടിൽ കുളിക്കുകയായിരിക്കും, കക്കൂസിലായിരിക്കും, അല്ലെങ്കിൽ നിന്റെ ഭാര്യയുടെ കൂടെ ആയിരിക്കും. അറിയില്ലല്ലോ മനുഷ്യന്മാരെന്താണ് ചെയ്യുന്നത് അകത്ത് നിന്ന്. അതുകൊണ്ട് എന്ത് പാടുള്ളതല്ല. എന്താടാ നാം പലയിടത്തും ചെന്നിട്ട് ആരെങ്കിലും വാതിൽ തുറന്നില്ലെങ്കിൽ എന്താ കാട്ടാ? അവൻ എനിക്ക് വാതിൽ തുറന്ന് തരാതിരിക്കാനോ ഞാൻ കാണിച്ചു കൊടുക്കാമെന്ന് തീരുമാനിക്കും. ഇസ്ലാം കൽപ്പിച്ച അങ്ങനെയല്ല. ഇസ്ലാം കൽപ്പിച്ചത് 3 പ്രാവശ്യം അനുവാദം ചോദിക്കുക. വാതിൽ തുറന്ന് തന്നില്ലെങ്കിൽ പ്രതിഷേധമുണ്ടാവാൻ പാടില്ല, പോയിക്കോ. മാലിക് ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി കസാല കൊടുത്തയച്ചു. ഒരു കസാല. കാരണം ഗവർണർക്ക്, അതെ, അൻസിലുന്നാസ മനാസിലഹും, അങ്ങനെയാണ് ഇസ്ലാമിൻ്റെ കൽപ്പന. മനുഷ്യന്മാർക്ക് സ്റ്റാൻഡേർഡ് അനുസരിച്ച് നാം ഉപയോഗപ്പെടുത്തണം, ആദരിക്കണം. സാധാരണക്കാരും അമീറും ഒരുപോലെ അല്ലല്ലോ. അപ്പോൾ കസാല 1 കൊടുത്തയച്ചു. അങ്ങനെ ഇമാം മുഹമ്മദ് ഇദ്രീസ് ഷാഫിയാണ് റിപ്പോർട്ടകൻ. ഇത് വിശദീകരണം നിങ്ങൾക്ക് വേണമെങ്കിൽ ഷെയ്ഖ് അല്ലെങ്കിൽ ഹാഫിദ് ദഹബി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ 25 വാള്യമുള്ള സിയറു അലാമിൻ നുബല എന്ന ഗ്രന്ഥത്തിൽ ഇമാം ഷാഫിയുടെ ഹിസ്റ്ററി പരിശോധിച്ച് നോക്കുക. വാതിൽ തുറന്നു. ഇരുന്ന് കാത്തിരിക്കുകയാണ്. 2 പേരെയും കടന്നു വന്നു, അല്ലെങ്കിൽ പുറത്തു വന്നു. ഇമാം ഷാഫി പറയുന്നു, കണ്ടപ്പോൾ ഒരു ഞെട്ടിപ്പോകുന്ന സാധനമാണത്. എന്ത് ഞെട്ടൽ? ശരീരത്തിൻ്റെ ഹൈറ്റും വലിപ്പമൊന്നുമല്ല, ഈമാനിൻ്റെ ഹൈബത്ത്. എന്തോ ഒരു ഹൈബത്തുള്ള മനുഷ്യനാണ്. ഞാൻ ഞെട്ടിപ്പോയി. അത് ഇവരൊക്കെ പറഞ്ഞ ശരിയാണെന്ന് എനിക്ക് തോന്നി. ഇദ്ദേഹത്തിനോട് സംസാരിക്കണമെങ്കിൽ വേണം. അത് എനിക്ക് അനുഭവപ്പെട്ടിരുന്നു. ഇതിനു മുമ്പ് ഇപ്പോഴുള്ള ഇമാമികളൊന്നും അല്ല. ഒരു 40 കൊല്ലം ഇവിടെ ഇമാമായ ഷെയ്ഖ് അബ്ദുൽ അസീസ് ബിൻ സാലിഹ് എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അവരെ കണ്ടവരിവിടെ ഉണ്ട് അല്ലേ? അയാൾക്ക് വല്ലാത്ത ഹൈബത്താണ്. ഒന്നുമില്ല, അയാൾ നല്ല മനുഷ്യൻ. സ്വദേശികളോടും വിദേശികളോടും എല്ലാവരോടും ഒരുപോലെ പെരുമാറുന്ന, വളരെ വിനയത്തിൽ പെരുമാറുന്ന മനുഷ്യനാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മുഖത്തിൽ എന്തോ ഒരു ഹൈബത്ത്. 40 കൊല്ലം മദീനത്ത് ഖതീബായിരുന്നു അദ്ദേഹം. ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അദ്ദേഹത്തെക്കുറിച്ച്. അതെ, ചില പണ്ഡിതന്മാർക്ക് ഉണ്ടാകും ഹൈബത്ത്. അങ്ങനെ പണ്ടുള്ള, ഞാൻ പറഞ്ഞു വരുന്നത്, ഹൈബത്തുണ്ടായിരുന്നു അവർക്ക് അള്ളാഹുമായുള്ള ബന്ധം കാരണത്താൽ. അങ്ങനെയുള്ള മനുഷ്യന്മാരൊക്കെ പിന്നെ പന്താടാനോ, ഈ പറഞ്ഞ ഹൈബത്തിൻ്റെ ഉടമയായ ഇമാം മാലിക്കിൻ്റെ ഹിസ്റ്ററിയിലൂടെയും ഞാൻ വായിച്ചു. ഒരവസരത്തിൽ മദീനത്തെ പള്ളിയിൽ നിന്ന് അദ്ദേഹം പുറത്തിറങ്ങി വരികയാണ്. അപ്പോൾ ഒരാൾ മന്ദളം പിടിച്ച് കാശുണ്ടാക്കാണ്. അദ്ദേഹത്തിൻ്റെ മന്ദളം എടുത്തിട്ട് തലയിലിട്ടിടിച്ചു എന്നാണ്. എന്നിട്ട് പറഞ്ഞു, നിനക്കുള്ള ശിക്ഷ ഇതാണ്, നിനക്ക് ഹലാലായ മാർഗമൊന്നും ഇല്ലേ സമ്പാദിക്കാൻ? ചോദ്യം മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് പറ്റിയതല്ല പന്താടൽ, നമുക്ക് യോജിച്ചതല്ല മ്യൂസിക്കുകൾ, ഹാർമോണിയങ്ങൾ, നമുക്ക് യോജിച്ചതല്ല അള്ളാഹു ഇഷ്ടപ്പെട്ട് അള്ളാഹു സ്നേഹിച്ചുകൊണ്ട് നമുക്ക് നൽകിയതായ പെരുന്നാളുകളോ അതുപോലെയുള്ള ദിവസങ്ങളോ ഒരിക്കലും അള്ളാഹ് വിരോധിച്ച രൂപത്തിലൂടെ കൊണ്ടാടലുകൾ. അത് അപകടമാണ്, അത് മഹാപാപമാണ്. അള്ളാഹിൻ്റെ കോപം ഇറങ്ങാൻ കാരണമായി തീരുന്ന ഒന്നാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹീത മലക്കുകൾ സ്ഥലം വിടാൻ കാരണമാണ്. അനുവദിക്കപ്പെട്ടതായ ദഫ് സ്ത്രീകൾക്ക്, പ്രത്യേകിച്ച് സ്ത്രീകളുടെ അവരുടെ ഇടയിൽ ശബ്ദം കേൾക്കുന്ന രൂപത്തിൽ മാത്രം കല്യാണവേളയിലോ 2 പെരുന്നാളിനോ അല്പസമയത്തിലേക്ക് ഉപയോഗപ്പെടുത്തുന്നത് അത് വിരോധിക്കപ്പെട്ടതല്ല. അതല്ലല്ലോ സംഭവിക്കുന്നത് അതല്ല സംഭവിക്കുന്നത്. ഇപ്പോൾ ഇസ്ലാമിൻ്റെ പേരിൽ അള്ളാഹ് പറഞ്ഞതുപോലെ, അല്ലദീന തഖദൂ ദീനഹും ലഇബൻ വലഹ്വ, മതത്തെ തന്നെ ചെയ്ത് കളഞ്ഞവർ കളിയാക്കി മാറ്റി, മതം കളിയാക്കി മാറ്റി, മതം ഫിലിമാക്കി മാറ്റി, മതം വിനോദമാക്കി മാറ്റി, മതം അഭിനയമാക്കി മാറ്റി എന്ന് റബ്ബ് പറഞ്ഞ ഇനത്തിൽപ്പെട്ടു പോകുന്നതാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ.
മക്ക ഇമാമ് ചർച്ച ചെയ്തതായ വിഷയം നിങ്ങളോട് ഇപ്പോൾ ഞാൻ കളിപ്പിച്ച ഭാഗങ്ങളല്ല. അവർ ചർച്ച ചെയ്തതായ വിഷയം ഹജ്ജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹജ്ജ് നഷ്ടപ്പെട്ടു പോകുന്നതായ ഷിർക്ക് വന്നു പോകരുത്, ഷിർക്കിനോട് തൊട്ടു നിൽക്കുന്നതായ ബിദ്അത്തുകൾ വന്നു പോകരുത്, ഷിർക്കിനോട് തൊട്ടു നിൽക്കുന്നതായ ചെറിയ ചെറിയ ഷിർക്കുകളുണ്ട്, അതിൽപ്പെട്ടതാണ് നിങ്ങൾ കണക്കപ്പിള്ളന്മാരുടെ അടുക്കിലേക്ക് ചെല്ലരുത്. നിങ്ങളുടെ പശു കാണാതായത് എവിടെയുണ്ടെന്ന് പറയുന്ന, നിങ്ങളുടെ ഭാര്യയുടെ മാല കാണാതായത് എവിടെയുണ്ടെന്ന് പറയുന്ന അറാഫീങ്ങളുടെ അടുക്കിലേക്ക് നിങ്ങൾ ചെല്ലരുത്. നിങ്ങളുടെ രോഗം മാറ്റാൻ എന്ന പേരിൽ പൂജാരികളുടെ അടുക്കിലേക്കോ അല്ലെങ്കിൽ ഇസ്മിൻ്റെ പണിക്കാർ എന്ന പേരിൽ ദീൻ പഠിപ്പിക്കാത്ത ശൈലിയിൽ മന്ത്രം ചെയ്യുന്ന, ദീൻ പഠിപ്പിക്കുന്ന ശൈലിയിൽ മന്ത്രമുണ്ട്. ആ മന്ത്രത്തെക്കുറിച്ച് അടുത്ത ക്ലാസ്സുകളിൽ ഇൻഷാ അല്ലാഹ് സെൻറ്ററിൽ വെച്ചിട്ട് നിങ്ങൾ ക്ലാസ് കേൾക്കാൻ പോകുന്നുമുണ്ട്. മടക്കി പറയലാണത്, എന്നല്ലാതെ പണ്ട് കാലഘട്ടത്തിൽ ചർച്ച ചെയ്ത വിഷയമാണത്. ദീൻ അനുവദിക്കാത്ത രൂപത്തിലുള്ളതായ മന്ത്രങ്ങൾ നടത്തുന്ന നമ്മുടെ നാട്ടുകാർ തൽസമാത്തിന്റെ കിതാബ് എന്ന് പറയും, ഇവിടെ തലാസ്മുകൾ എന്ന് പറയും, അതാണ് അറബി പദം. അങ്ങനെയുള്ള തലാസ്മുകൾ എന്ന് പറഞ്ഞാൽ അത് മഹാ അപകടമാണ്. ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ അകത്ത് എഴുതിയ ഇനത്തിൽപ്പെട്ടതാണ്. നീ സ്നേഹിക്കുന്ന കാമുകിയെ നിനക്ക് കിട്ടണമെങ്കിൽ അവൾ നടക്കുന്ന സ്ഥലത്ത് അള്ളാന്റെ കലാം, അള്ളാന്റെ ഖുർആൻ എഴുതിയിട്ട് കുഴിച്ചു മൂടാൻ. അതാണ് ഇസ്മിൻ്റെ പണിയെടുക്കുന്നവർ ഉപയോഗിക്കുന്ന ഗ്രന്ഥത്തിൽ ഉള്ളതായ ചില ഭാഗങ്ങൾ. നീ സ്നേഹിക്കുന്ന കാമുകിയെ കിട്ടാൻ അള്ളാൻ്റെ കലാം ഉതു പിടിച്ചിട്ടല്ലാതെ തൊടാൻ പാടില്ല. അങ്ങനെയുള്ള കലാമിനെ കുഴിച്ചു മൂടണം, എന്നിട്ട് അതിൻ്റെ മീത് അവളെ കൊണ്ട് നടത്തിക്കണം. പിന്നെ ഇബിലീസിന് സന്തോഷം ഇല്ലാതിരിക്കുമോ? ഇബിലീസ് അതോടുകൂടി സന്തോഷത്തിൽ പറന്ന് അവളെ തള്ളിക്കൊണ്ടുപോകും അവൻ്റെ അടുക്കിലേക്ക്. ആരുടെ അടുക്കിലേക്ക്? കാമുകൻ്റെ അടുക്കിലേക്ക്. ഇബിലീസിനെ സ്നേഹിപ്പിക്കാനുള്ള പദ്ധതിയാണത്. ഇതൊക്കെയാണ് തലാസ്. അപ്പോൾ അങ്ങനെയുള്ള കണക്കപ്പിള്ളമാരുടെ അടുക്കിലേക്ക് ഒരാൾ ചെന്നാൽ, കണക്കപ്പിള്ള എന്ന പദം പറയുമ്പോൾ ഒരു അമുസ്ലിമിൻ്റെ കോലം നിങ്ങളുടെ രൂപത്തിൽ വരരുത്, നിങ്ങളുടെ ഹൃദയത്തിൽ വരരുത്. മുസ്ലിമായിരുന്നാലും ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ നമ്മുടെ നാട്ടിൽ ക്ലിനിക്ക് തുറന്നു വെക്കുന്നത് നന്മ തിന്മ പ്രചരണത്തിന് വേണ്ടി നിങ്ങൾക്കറിയാം. ആരാണ്? ഇസ്ലാമിലേക്ക് ചേർത്ത് പറയുന്നവർ തന്നെയാണ്. ചിലപ്പോൾ അവർക്ക് തലപ്പാവും ഉണ്ടാവാം, ചിലപ്പോൾ അവർക്ക് താടിയും ഉണ്ടാവാം. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഉസ്താദ് തന്നെ MFB ആയ ഉസ്താദ്, എൻ്റെ കുറേ ഉസ്താദന്മാരിൽ പേരെടുത്ത 9 കൊല്ലം എനിക്ക് പഠിപ്പിച്ച കാസർഗോഡ് ജില്ലയിൽ അറിയപ്പെട്ട H. അഹമ്മദ് മുസ്ലിയാർ എന്ന് പറയുന്ന MFB പണ്ഡിതൻ, അദ്ദേഹം ഒരു സ്ഥലത്തേക്ക് ഞാനും അദ്ദേഹവും കൂടിയിട്ട് അദ്ദേഹം നിർണയിക്കപ്പെട്ടതായ മുദരിസാവാൻ നിർണയിക്കപ്പെട്ട നാട്ടിലേക്ക് ചെന്നു. ആ നാട്ടിലേക്ക് ചെന്നപ്പോൾ അവിടെയുള്ള ഖതീബ് കലമെഴുതുന്ന മനുഷ്യനാണ്. അവിടെ മെഹ്റാബിൽ കലം കണ്ടു. കലം അറിയില്ലേ? കലം അല്ലേ? കലം നിങ്ങൾ പറയാറില്ലേ? കലത്തിൽ എഴുതാം, ചട്ടിയിൽ എഴുതാം, ഞങ്ങൾ ചട്ടി എന്ന് പറയാം, അല്ലെങ്കിൽ പാത്രത്തിൽ എഴുതാം. ഇതൊക്കെ എഴുതുന്ന കുറേ സാധനം കണ്ടു. അയാൾ പിറ്റേ ദിവസം പ്രസംഗിച്ചു. എൻ്റെ ഉസ്താദ് MFB ആണ്, മുസ്ലിയാരാണ്. ഒന്നിരിക്കലോ ഞാൻ അല്ലെങ്കിൽ ഞാൻ മുദരിസാവണമോ, എന്നാൽ ഇയാൾ ഇവിടുന്ന് പോകണം. കാരണം അദ്ദേഹത്തിൻ്റെ ബാക്കിൽ നിസ്കരിച്ചാൽ നിസ്കാരം സഹിയാവൂല. എന്താ? അദ്ദേഹം ഫാസിഖാണ്. പച്ചയിൽ അയാൾ പ്രസംഗിച്ചതാണ് നേതൃത്വങ്ങളോട്. എന്താ ഫാസിഖ്? അയാൾ ചെയ്യുന്ന ജോലി ഫാസിഖുകളുടെ ജോലിയാണ്, ജനങ്ങളെ വഞ്ചിക്കുന്നതാണ്, ജനങ്ങളെ തട്ടിപ്പടത്തുന്നതാണ്. ഇസ്മിൻ്റെ പേരും ഇസ്മിൻ്റെ പണി എന്ന പേരും പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് ഒന്നിരിക്കലോ ഞാൻ അല്ലെങ്കിൽ അയാളെന്ന്. അങ്ങനെ അവിടെ ആ നാട്ടുകാർ ഖതീബിനെ എന്ത് ചെയ്തു? സ്ഥാനഭ്രഷ്ടനാക്കി. പിന്നെ ഇയാൾ തന്നെ ഖുതുബ ഏറ്റെടുത്തു. പിന്നെ അദ്ദേഹം അദ്ദേഹത്തിന് സമയമില്ലെങ്കിലൊക്കെ ഈ സാധുവിനെ ഏൽപ്പിക്കുകയും ചെയ്യും. എൻ്റെ ഉസ്താദ് ഖുതുബ ഓതാൻ. നാട്ടുകാരെ വേണ്ടെങ്കിൽ അറിയാം, ആ സ്ഥലം അറിയപ്പെട്ട പട്ടണമാണ് കാസർഗോഡ് ജില്ലയിൽ. മക്ക ഇമാമ് പറയുന്നു, നിങ്ങൾ വല്ല കണക്കപ്പിള്ള എന്ന അങ്ങനെയുള്ള മറഞ്ഞ കാര്യം പറയുന്ന ആളെന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തിയുടെ അടുക്കിലേക്ക് നിങ്ങൾ ചെന്നാൽ എന്ത് സംഭവിക്കും? ആ വ്യക്തി പറയുന്നത് ശരിയാണെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അള്ളാഹു റസൂലിലേക്ക് ഇറക്കിയ ഖുർആനിൽ നിഷേധിച്ച ആളായി മാറും. ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിന് ഇറങ്ങിയ ഖുർആൻ നിഷേധിച്ച ആളായി മാറി. മക്ക ഇമാം എന്ന് പറഞ്ഞ ഭാഗമാണ്. അതുകൊണ്ട് ഹാജിമാരെ, ഹജ്ജ് ചെയ്ത ശേഷം, ഉംറ ചെയ്ത ശേഷം, നമസ്കരിച്ച ശേഷം, സൽക്കർമ്മങ്ങൾ ചെയ്ത ശേഷം നിങ്ങൾ ചെയ്ത നമസ്കാരങ്ങൾ, ഹജ്ജുകൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ പരിശ്രമിക്കണം. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നിങ്ങളിട്ട് വന്നു പോയാൽ അത് നഷ്ടപ്പെട്ടു പോകുന്നതാണ്. പരലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പരലോകത്തിലേക്ക് അവർ ചെല്ലുമ്പോൾ അവർ ചെയ്തതായ ഹജ്ജുകളെ, നമസ്കാരങ്ങളെ നാം വിതരപ്പെട്ട ധൂളിയാക്കി പറപ്പിച്ച് കളയുമെന്ന് ഖുർആൻ പറയുന്ന ആ ഇനത്തിൽ പെട്ടുപോകും. ശ്രദ്ധിക്കണം എന്ന് മക്ക ഇമാമി ഇന്ന് ലോകത്തോട്, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ മുമ്പിലുള്ളതായ ഹജ്ജ് ചെയ്ത് വിട വാങ്ങാൻ പോകുന്ന ഹജ്ജിമാരോടും ഉണർത്തുകയുണ്ടായി. അത് വേറൊരു ശൈലിയിൽ മദീന ഇമാം ഉണർത്തിയത് നിങ്ങൾ നേരിട്ട് കേട്ടല്ലോ അല്ലേ?
അതുപോലെ തന്നെ ഇനി നിങ്ങൾ പോകുന്നതായ ആ കണക്കപ്പിള്ള അല്ലെങ്കിൽ ഇസ്മിൻ്റെ പണിക്കാരൻ അല്ലെങ്കിൽ തങ്ങളെന്നോ എന്ത് പേര് വെച്ചാലും വിരോധമില്ല. ഈ തെറ്റായ ഭാഗങ്ങൾ ആര് ചെയ്താലും, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതുപോലെ തെറ്റായ കാര്യങ്ങൾ ആര് ചെയ്താലും ഒരാൾ നിൽക്കേണ്ടടുത്ത് നിന്നിട്ടില്ലെങ്കിൽ അയാളെ സ്ഥാനം പോയി. അയാൾ തങ്ങളാണെങ്കിൽ, നേതാവാണെങ്കിൽ, സയ്യിദാണെങ്കിൽ, അയാൾ മൗലവിയാണെങ്കിൽ, മുസ്ലിയാറാണെങ്കിൽ അയാൾ പഠിച്ച വിജ്ഞാനം ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹ്ക്ക് മാത്രം ആരാധനകൾ സമർപ്പിച്ച്, അള്ളാഹിനെ മാത്രം ആരാധിച്ച് പ്രാർത്ഥിച്ച്, അള്ളാഹ്ക്ക് മാത്രം എല്ലാം സമർപ്പിക്കുന്ന തൗഹീദിൻ്റെ ആ മജ്ജ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണം. അത് വിട്ടുകളിക്കരുത്. റസൂൽ പഠിപ്പിച്ച പ്രാർത്ഥന, രോഗമുണ്ടെങ്കിൽ കൈവച്ചിട്ടോ വെക്കാതെയോ രോഗിയുടെ അടുക്കൽ ചെന്നുകൊണ്ട് അദ്ഹിബിൽ ബഅസ റബ്ബന്നാസ് ഇശ്ഫി അൻത ശാഫ് ലാ ശിഫാ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമ. മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ രോഗത്തെ ഇദ്ദേഹത്തിൽ നിന്ന് മാറ്റണം. രോഗം മാറ്റുന്നവൻ നീ മാത്രമാണ്. ആയത്തുകൾ, ഹദീസുകൾ, നല്ലത് ഓതേണ്ടത് പ്രാർത്ഥനകൾ ഓതിയിട്ട് മന്ത്രിക്കാം. ഇസ്ലാം വിരോധിച്ച കാര്യമല്ല. അത് ഏത് രൂപത്തിലുള്ള കോട്ടം തട്ടിയ അല്ലെങ്കിൽ ഏത് രൂപത്തിലുള്ള രോഗം പിടിച്ച ആളായിരുന്നാലും വിരോധമില്ല. മാരണം തട്ടിയ ആൾക്കും ചെയ്യാം, അല്ലെങ്കിൽ കണ്ണേറ് പിടിച്ച ആൾക്കും ചെയ്യാം, അല്ലെങ്കിൽ ജിന്ന് പിശാചി ദ്രോഹമുള്ള ആൾക്കും ചെയ്യാം, അല്ലെങ്കിൽ സാധാരണ രോഗികൾക്കും ചെയ്യാം. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് രാവിലെയും വൈകുന്നേരമൊക്കെ പ്രാർത്ഥിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ ആ രൂപത്തിലുള്ള പ്രാർത്ഥനകൾ പഠിപ്പിച്ചത്. എവിടെയെങ്കിലും മരുഭൂമിയിലേക്കോ അല്ലെങ്കിൽ ഒരു മറ്റു പട്ടണത്തിലേക്കോ യാത്ര ചെയ്യുമ്പോൾ ഒരു സ്ഥലത്ത് ഇറങ്ങാൻ വിചാരിച്ചാൽ അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ. ഇങ്ങനെ പറഞ്ഞത് കാരണത്താൽ തന്നെ തേളുകൾ നിറഞ്ഞ അന്തരീക്ഷത്തിൽ ഒരു തേളും ഞങ്ങളെ തട്ടിയില്ല. അവസാനം മരുഭൂമിയിൽ നിന്നിട്ട് രാവിലെ ഉണർന്നപ്പോൾ മദീന ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി അധ്യാപകന്മാർ കുട്ടികളുമായിട്ട് പോയപ്പോൾ മരുഭൂമിയിൽ അവർ ഉണർന്നപ്പോൾ റസൂലുള്ള പഠിപ്പിച്ച ദിക്റുകൾ ചൊല്ലി ഉറങ്ങിയത് കൊണ്ടുള്ളതായ പ്രത്യേകതയാണ്. അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരിൽ അങ്ങനെയുള്ളവരാക്കി നമ്മയെല്ലാം അള്ളാഹു മാറ്റട്ടെ. പരിസരത്തിൽ ധാരാളം തേളുകളുണ്ട്, പക്ഷെ അവരിയ്ക്കുന്ന അന്തരീക്ഷത്തിലില്ല. രാവിലെ ഉണർന്നപ്പോൾ അങ്ങനെ സംഭവിക്കും. നീ അങ്ങനെ ഓതേണ്ടതുപോലെ ഓതി നോക്കൂ. റസൂല പഠിപ്പിച്ചതാണ്. പക്ഷെ അതിൽ വിശ്വാസം വേണം. ഇത് നമ്മുടെ നാട്ടിൽ നിന്നിട്ട് വരുന്ന അറിവില്ലാത്തവരുടെ കേസറ്റുകളുടെ CD ഞാൻ കേട്ടു. എന്ത് മദീനത്തുള്ള ഈത്തപ്പഴം തിന്നാൽ അതിന് പ്രത്യേകതയുണ്ട്. ഒരാൾ വിഷം കുടിച്ചാൽ അയാളുടെ വിഷം തീണ്ടൂല എന്നൊക്കെ പറഞ്ഞല്ലോ. എന്നാൽ ഒരാൾ ഈത്തപ്പഴം നിന്നിട്ട് വിഷം കുടിച്ച് നോക്കും. ഏത് വെല്ലുവിളിയോ? ആരോട്? അള്ളാനോടോ? എടാ, ആ നെയ്യത്തിൽ കൂടി നീ കുടിച്ചാൽ നീ ചത്തുപോകും. കാരണം ദീനിൻ്റെ നീ മരിച്ചു പോകും. കാരണം ദീനിൻ്റെ തിബ്ബുൻ നബവി ഫലിക്കണമെങ്കിൽ, നബി പഠിപ്പിക്കുന്ന തിബ്ബ് ഫലിക്കണമെങ്കിൽ അള്ളാഹുവിലും അള്ളാഹുവിൻ്റെ ദൂതരിലും ആ ദൂതർ പറഞ്ഞതായ കാര്യങ്ങളിലും വിശ്വാസം വേണം. കെട്ടുറപ്പുള്ള വിശ്വാസമുണ്ടെങ്കിൽ ഫലിക്കും. വിശ്വാസമുള്ളവർക്ക് ഫലിച്ചത് നാം ധാരാളം കണ്ടിട്ടുണ്ട്. ഇവിടെ പല വർഷങ്ങളിലൂടെ എത്ര സംഭവങ്ങൾ. അൾജീരിയക്കാരിയായ ഒരു പെണ്ണ് വന്നു, ക്യാൻസർ പിടിച്ച പെണ്ണ്. ആ ക്യാൻസർ പിടിച്ച പെണ്ണിൻ്റെ രോഗം മാറിയത് പത്രങ്ങളിൽ വന്നു, റേഡിയോകളിൽ വന്നു, സൗദി റേഡിയോ റിപ്പോർട്ട് ചെയ്തു. പിന്നെ കേരളക്കാർക്ക് പരിചയമുള്ളതായ ഒരു ഫിലിപ്പീൻ്റെ കഥ ഞാൻ പറയാറുണ്ട്. ഡോക്ടർമാർ റിയാദിൽ തീരുമാനിച്ചു അദ്ദേഹം ഈ ക്യാൻസർ രോഗത്തിൽ മരിക്കുമെന്ന്. അങ്ങനെ പ്രയാസപ്പെട്ടുകൊണ്ട് റിപ്പോർട്ടുമായി റൂമിൽ കടക്കുമ്പോൾ കൂടെയുള്ളതായ വേലക്കാരൻ, മൂപ്പരുടെ സഹപ്രവർത്തകൻ പറഞ്ഞു, പാകിസ്ഥാൻ ഞങ്ങളുടെ വെള്ളം കുടിച്ചു നോക്കുന്നു. അപ്പോൾ എന്തും ചെയ്യാന്നുള്ള സന്ദർഭത്തിലാണ് മൂപ്പർ. കാരണം മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടാണല്ലോ. അങ്ങനെ സംസം വെള്ളം കുടിച്ചിട്ട് കൈ പിടിച്ചിട്ട് മൂപ്പര് അള്ളാഹുവിനോട് വിശ്വാസം ഇതുവരെ ഇല്ല. നിന്റെ മതം ശരിയാണെങ്കിൽ, ഇസ്ലാം മതം ശരിയാണെങ്കിൽ ഈ രോഗം എനിക്ക് മാറ്റിത്തരണമെന്ന നെയ്യത്തിൽ അദ്ദേഹം കുടിച്ചു. അദ്ദേഹത്തിൻ്റെ രോഗം മാറി. പിറ്റേ ദിവസമോ പിന്നത്തെ പോക്കിലോ ഹോസ്പിറ്റലിൽ പോയി പരിശോധിച്ച് നോക്കുമ്പോൾ ഒരു രോഗമില്ല. ഡോക്ടർമാർ അത്ഭുതപ്പെട്ട് ചോദിക്കുന്നു, എവിടെ നിൻ്റെ ക്യാൻസർ എന്ന്. അദ്ദേഹം പ്രബോധകനായി മുസ്ലിമായി പ്രബോധകനായി റിയാദിൽ കുറേ കാലം ജീവിച്ചു എന്നാണ്. ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, വിശ്വാസമുണ്ടെങ്കിൽ അള്ളാഹ് ഉദ്ദേശിച്ചാൽ രോഗം മാറും. ഇല്ലെങ്കിലോ എന്താ റസൂലുള്ള അങ്ങനെയാണെങ്കിൽ റസൂല നേരിട്ടിട്ട് ഒരു സ്ത്രീയിൽ എന്ത് കണ്ടു? അപസ്മാര രോഗം കണ്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചില്ല. കാരണം റസൂലുള്ള ആ സ്ത്രീയോട് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാം, നിങ്ങളുടെ രോഗം മാറും, പക്ഷേ നിങ്ങൾക്ക് സ്വർഗം വേണമെങ്കിൽ ക്ഷമിച്ചോ, നിങ്ങൾക്ക് സ്വർഗം വേണമെങ്കിൽ ക്ഷമിച്ചോ. അതുകൊണ്ട് പലരും രോഗം പിടിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഒരു മുസ്ലിമിൻ്റെ രോഗം ബാധിക്കൽ പരീക്ഷണമാണ്. പരീക്ഷണം എത്ര വർദ്ധിക്കുന്നു അത്ര അവൻ്റെ പാപങ്ങൾ കുറഞ്ഞു കിട്ടും.
എത്ര കുറഞ്ഞ അത് നമുക്ക് സുഖമാണ്, അത് നമുക്ക് നന്മയാണ്. കാരണം അവിടെ കോടാനുകോടി കൊല്ലം ജീവിക്കുന്ന വേളയിൽ നമുക്ക് ഒരു ദോഷമുണ്ടെങ്കിൽ രക്ഷയില്ല എന്നാണ് റബ്ബിൻ്റെ വിധിയെങ്കിൽ കണക്കുകൂട്ടി റബ്ബിൻ്റെ കമ്പ്യൂട്ടർ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അള്ളാഹിൻ്റെ ഹിസാബ് അവിടെ നടക്കുമല്ലോ. അപ്പോൾ 1,25,40,000 ഹസനാത്തും 1,41,000 സയ്യാത്തുമാണ്. അള്ളാഹ് പറയാണ് ഈ 41 ഒന്നുണ്ടല്ലോ അത് ക്ലിയർ ആവാതെ പോകാൻ പറ്റില്ല എന്ന് അള്ളാഹിൻ്റെ തീരുമാനമാണെങ്കിൽ നാം പെട്ടില്ലേ? അതുകൊണ്ട് അവിടെ ഉമ്മാനെ അന്വേഷിച്ച് വാപ്പയെ അന്വേഷിച്ച് മക്കളെ അന്വേഷിച്ച് പോകുന്നവരില്ല. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ സാഹിബതിഹി വ ബനീഹി. യൗമ യഫിറുൽ മർഉ മിൻ അബീഹി വ ഉമ്മിഹി വ സാഹിബതിഹി വ ബനീഹി ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നുൻ യുഗ്നി. അങ്ങനെയുള്ള ലോകമാണത്. എല്ലാവരും അങ്ങുമിങ്ങും ഓടുക. ഉമ്മാനെ നോക്കാൻ വാപ്പയില്ല, വാപ്പയെ നോക്കാൻ ഉമ്മയില്ല, ജ്യേഷ്ഠനില്ല, അനുജനില്ല, എല്ലാവരും നഫ്സി നഫ്സി എന്ന് പറയുന്ന രംഗത്ത് ഒരു ഹസനത്താണെങ്കിൽ രക്ഷപ്പെടാൻ നമുക്ക് ചാൻസ് കിട്ടും. അതുകൊണ്ട് ഹസനത്തുകൾ വർദ്ധിക്കട്ടെ എന്ന് രോഗി മനസ്സിലാക്കും. രോഗി യഥാർത്ഥ മുഅ്മിനാണെങ്കിൽ അതുകൊണ്ട് നാം രോഗം മാറ്റാൻ വേണ്ടിയിട്ട് അള്ളാഹ് വരച്ച ലൈനല്ലാതെ നാം പെട്ടെന്ന് മാറിക്കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് പൂജാരിയുടെ അടുക്കൽ ചെല്ലലോ അല്ലെങ്കിൽ അനിസ്ലാമിക ശൈലിയിൽ ചികിത്സ നടത്തുന്ന മുസ്ലിങ്ങൾ അടുക്കൽ ചെല്ലലോ പാടുള്ളതല്ല. ഇസ്ലാം അനുവദിച്ചതായ ചികിത്സ മാത്രമേ പാടുള്ളൂ. അതിൽ പെട്ടത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഖുർആനിലൂടെ സുന്നത്തിലൂടെ മന്ത്രിച്ചു കൊണ്ടുള്ളതായ ചികിത്സ. ടൈമായോ? സഹോദരന്മാരെ സഹോദരികളെ, അതുപോലെ തന്നെ ചെയ്ത സൽക്കർമ്മങ്ങൾ നഷ്ടപ്പെട്ടു പോകാൻ കാരണമായി തീർന്നതാണ് സിഹർ, മാരണം. സിഹർ അക്ബറുൽ കബാറിൽപ്പെട്ടതാണ്. മാരണം ചെയ്യുന്നവരെ നമുക്കിവിടെ സൗദി അറേബ്യയിൽ വെട്ടിക്കൊല്ലുന്ന കാണുന്നു. മാരണം ചെയ്യുന്നവരെ കൊല്ലുന്നു. ജിദ്ദയിൽ എത്രയോ നാം കേട്ടു, റിയാദിലും കേട്ടു, അഹ്സായിലും കേട്ടു മാരണം ചെയ്യുന്നവരെ കൊല്ലുന്നതായിട്ട്. കാരണം മാരണം കൊല്ലാൻ മാത്രം അവകാശപ്പെടുന്നതായ പാപമാണ് എന്നതുകൊണ്ട് തൗബ ചെയ്തിട്ടില്ലെങ്കിൽ, ഇസ്ലാമിലേക്ക് മടങ്ങി വന്നിട്ടില്ലെങ്കിൽ അങ്ങനെയുള്ളവരെ കൊന്നാലേ തീരൂ. കാരണം മുസ്ലിമിനെ ദ്രോഹിക്കൽ എന്നതിന് പുറമെ ആ മാരണത്തിലൂടെ അവൻ തന്നെ അമുസ്ലിമായി മാറുന്നു എന്നതാണ്. ഒരാൾ മാരണം ചെയ്യുമ്പോൾ, ഒരാൾ സിഹർ ചെയ്യുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്യേണ്ടി വരുന്നു? ഇസ്ലാം എന്ന് പുറത്തു പോകേണ്ടി വരുന്നു. അദ്ദേഹം അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കേണ്ടി വരുന്നു, അവർക്ക് അറക്കേണ്ടി വരുന്നു, അവർക്ക് നേർച്ചയാക്കേണ്ടി വരുന്നു. ജിന്നുകൾക്ക് അറക്കുക, പിശാചികൾക്ക് അറക്കുക, പിശാചികൾക്ക് നേർച്ചയാക്കുക. ഇതെല്ലാം മരണം വിജയിക്കാനുള്ള മാർഗങ്ങളിൽപ്പെട്ടതാണ്. അള്ളാഹു അല്ലാത്തവരെ എന്ത് ചെയ്യുന്നു? റൂമിൽ 40 ദിവസം ഇരുന്നു കൊണ്ട് ഇരുട്ട് റൂമിൽ ശപഥം ചെയ്യുക പോലത്തെ, അവരെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അവരോട് ഇത് സഹായം തേടുക എന്നത് പോലത്തത് മരണത്തിൻ്റെ രൂപത്തിൽ ഒരു രൂപമാണ്, ഇനമാണ്. അതുകൊണ്ട് മരണം ചെയ്യുന്നവൻ ഒമാ കഫറ സുലൈമാനു വലാകിന്ന ശയാതീന കഫറു. സുലൈമാൻ അല്ല മരണം ചെയ്തത്, പിശാചികളാണ് മരണം ചെയ്തത് എന്ന് റബ്ബ് പറയുന്നതിന് പകരം അള്ളാഹു എന്താണ് പറഞ്ഞത്? ഒമാ കഫറ, സഹറ എന്നല്ല പറഞ്ഞത്. മരണത്തെക്കുറിച്ചാണ് ചർച്ച. കഫറ സിഹർ ചെയ്തത് ആരല്ല? സുലൈമാനല്ല. പക്ഷേ സിഹർ ചെയ്തത് സുലൈമാനല്ല എന്നതിന് പകരം അള്ളാഹു പറഞ്ഞു ഒമാ കഫറ, സുലൈമാൻ കാഫറായിട്ടില്ല. എന്തുകൊണ്ട്? സിഹർ എന്താണ്? കുഫറാണ് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്ന ശൈലിയാണ്. അതുപോലെയുള്ള ഏത് വൻദോഷങ്ങൾ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ കരുതിക്കൂട്ടി വധിക്കുക എന്നത് അതിൽപ്പെട്ടതാണ്. അങ്ങനെ ധാരാളം തെറ്റുകൾ നമ്മൾ നിന്നിട്ട് വരാൻ സാധ്യതയുള്ള, പ്രത്യേകിച്ച് ആദർശപരമായതാണ് നമ്മുടെ സൽക്കർമ്മങ്ങൾ നഷ്ടപ്പെട്ടു പോകാൻ കാരണമായി തീർന്നത്. അതിൽപ്പെട്ടതാണ് ബിദ്അത്ത്, അതിൽപ്പെട്ടതാണ് ജന്മദിനാഘോഷം, അതിൽപ്പെട്ടതാണ് മരണദിനാഘോഷം. നല്ല ഹജ്ജൊക്കെ ചെയ്തു പോയി, ഹജ്ജ് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ തന്നെ എന്താ കാട്ടാ? ഷിയാക്കൾ ഉണ്ടാക്കിയതായ നൂലാമാലകൾ പാടുകയോ ചെല്ലുകയോ എന്നിട്ട് അതിൽ വിരുന്ന് നടത്തുകയോ ചെയ്യാം. എന്നിട്ട് ഹജ്ജ് കഴിഞ്ഞ് പോയാൽ ആ ഹജ്ജ് ഫസാദാക്കാൻ അങ്ങനെ തന്നെ ഷിയാക്കൾ ഉണ്ടാക്കിയതായ നൂലാമാലകൾ വീട്ടിൽ വെച്ചിട്ട് പാടുകയോ ചെല്ലുകയോ തറാത്തിലുകൾ നടത്തുകയോ ചെയ്യാം. അതെന്താ പറയുന്നത്? ഷിയാക്കൾ ഉണ്ടാക്കിയ, സുന്നികളെ നശിപ്പിക്കാൻ ഉണ്ടാക്കിയ നൂലാമാലകൾ ഒരുപക്ഷെ മൗലൂദ് എന്ന പേരിൽ, അല്ലെങ്കിൽ റാത്തീബ് എന്ന പേരിൽ, അല്ലെങ്കിൽ ഏടുകൾ എന്ന പേരിൽ ഒക്കെയാണ് അറിയപ്പെടുക. അതിൻ്റെ അകത്തുള്ള കഥകളൊക്കെ പലതും പരിശോധിക്കുമ്പോൾ ചിലപ്പോൾ വിഷ്ണുവിനെ കുറിച്ച് പറയപ്പെടും പോലെ, അല്ലെങ്കിൽ മഹാബലിയെക്കുറിച്ച് പറയപ്പെടും പോലെ, ദേവങ്ങളെക്കുറിച്ചൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ പറയപ്പെടുന്ന കഥകളൊക്കെ ഉണ്ടല്ലോ, അതുപോലെയുള്ള കെട്ടുകഥകളാണ് നാം കേൾക്കുക. മൊയ്തീൻ ഷേഖിൻ്റെ കണ്ണിൽ റിഫായ് ഷേഖ് ഒളിച്ചു വന്നു. അത് പറയാനും ആളുണ്ട്. മൊയ്തീൻ ഷേഖ് അള്ളയുമായി ഫൈറ്റ് ഉണ്ടായി. കിതാബിലുള്ളതാണ്, എൻ്റെ കൂടെയുണ്ട് കിതാബ്. ആ കിതാബ് എന്നാ എന്തുണ്ടാക്കിയത്? മൊയ്തീമാല ഉണ്ടാക്കിയത്. എന്നിട്ട് ഫൈറ്റ് ഉണ്ടാക്കിയപ്പോഴോ, ഫൈറ്റ് നടന്നിട്ട് അവസാനം
അള്ളാഹ് പരാജയപ്പെട്ട അള്ളാഹിനെ കുളത്തിലേക്ക് വൈദേശിക വലിച്ചെറിഞ്ഞപ്പോൾ രക്ഷയില്ലല്ലോ അള്ളാഹ്ക്ക്. അങ്ങനെ അവർ പറയുന്ന പദമാണ് കേട്ടോ. അങ്ങനെ അള്ളാഹ്ക്ക് രക്ഷയില്ലാതെ അള്ളാഹ് അവിടുന്ന് യാ ഗൗസുൽ അഅ്ലം എന്ന് അള്ളാഹ് വിളിച്ചോവർ. അള്ളാഹ് എന്ത് പറഞ്ഞു? സഹായത്തിന് തേടി ആരോട്? മൊയ്തീൻ. ഇപ്പം ആരാ ഇവിടെ അള്ളാഹ്? ഇത് കേൾക്കാൻ മുസ്ലിങ്ങളുണ്ടല്ലോ, ഇത് പാടാനും മുസ്ലിങ്ങളുണ്ടല്ലോ, ഇത് പ്രചരിപ്പിക്കാനും മുസ്ലിങ്ങളുണ്ടല്ലോ. അവരാ മുസ്ലിങ്ങൾ. ഇങ്ങനെയുള്ള മുസ്ലിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ അന്തസ്സുകൾ, അഭിമാനങ്ങൾ മടക്കിയെടുക്കാൻ സാധിക്കുമോ? അതാണ് ഇന്ന് മക്ക ഇമാമ് പറഞ്ഞത്. മദീന ഇമാം ആ കാര്യങ്ങളിലേക്ക് സൂചന നൽകിയിട്ടുണ്ട്. ഈ നാട്ടിൽ നിങ്ങൾ ഈ കാണുന്ന ഈ സുരക്ഷിതത്വം, ഈ അന്തസ്സ്, അത് യഥാർത്ഥത്തിൽ പെട്രോളിലൂടെ മാത്രമല്ല, അതല്ല, മറിച്ച് അള്ളാഹ് ചെയ്ത അനുഗ്രഹം ഇവിടെയുള്ള തൗഹീദിലൂടെയാണ്. അതുകൊണ്ട് നിങ്ങൾ തൗഹീദ് വേറൂന്നി പിടിക്കണം, അത് പഠിക്കണം, അത് ഉൾക്കൊള്ളണം, അത് മരണം വരെ സംരക്ഷിച്ച് നിർത്താൻ ഹാജിമാരെ, ഹജ്ജുമ്മമാരെ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നതായിരുന്നു ഡോക്ടർ ആല താലിബ് മുസ്ലിങ്ങളോട് മൊത്തത്തിലും, പ്രത്യേകിച്ച് ഹജ്ജിന് വേണ്ടി വന്നവരോട് പ്രത്യേകിച്ചും മക്കയിൽ ഇന്ന് നടന്ന ഖുതുബയിൽ ആഹ്വാനം ചെയ്തത്. അതെ, മദീന ഇമാമ് മദീന സന്ദർശനത്തെക്കുറിച്ചും ആ സന്ദർശന വേദിയിൽ രംഗങ്ങളിൽ ഹാജിമാര് അനാചാരങ്ങളും ബിദ്അത്തുകളും ചെയ്യരുത്, ശിർക്ക് ചെയ്യരുത്, നിങ്ങൾ സന്ദർശിക്കാൻ പോകുന്ന ബഖയിൽ വെച്ചിട്ടോ റസൂലുള്ളാഹിന്റെ ഖബറിന് മുമ്പിൽ വെച്ചിട്ടോ അള്ളാഹുനോടല്ലാതെ ഷിട്ടുകളോട് വിളിച്ച് പ്രാർത്ഥിക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹി, നിങ്ങൾ അല്ലാഹു അല്ലാത്തവർ ആരെല്ലാം വിളിച്ച് പ്രാർത്ഥിക്കുന്നു അവർ മയംലികൂന മിൻ ഖിത്മീർ, അവർക്ക് സ്വയം തന്നെ ഒരു ആണുവിൻ്റെ ഖദർ വല്ലതും അല്ലെങ്കിൽ പഴത്തിൻ്റെ അകത്തുള്ള ആ എന്താ പറയാ കൊട്ട, അതിൻ്റെ പാടമുണ്ടല്ലോ ചെറിയ അതിന് ചുറ്റി നിൽക്കുന്ന അതിൻ്റെ അതുവരേക്കും അവരുടെ കയ്യിലില്ല. ആരുടെ കയ്യിൽ? നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന നബിമാരുടെ കയ്യിലോ വലിയമാരുടെ കയ്യിലോ ഇല്ല. എന്തവർക്ക് വേണമെങ്കിൽ അവർ അള്ളാഹിനോടാണ് ചോദിച്ചിരുന്നത്. അള്ളാഹ് കൊടുത്താലേ അവർക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എന്നോടാണ് ചോദിക്കേണ്ടത് എന്ന് അള്ളാഹു പറഞ്ഞതായ ആയത്ത് ഇന്ന് മദീന മിമ്പറിൻ്റെ മീതെ ഇമാം വിളിച്ച് കേൾപ്പിച്ചു. മക്ക ഹജ്ജ് എന്നത് മഹാ ഫിഖ് വേറൂന്നി പിടിച്ച ഫിഖ് പഠിക്കാൻ പറ്റുന്നതായ ഒരു അമലാണ്. വിശാലമായ ഫിഖിൻ്റെ മസ്അലകൾ വ്യാപകമായി നിൽക്കുന്ന ഒരു അമലാണ് ഹജ്ജ് എന്ന അമൽ. അതുകൊണ്ട് തന്നെ റസൂൽ ഹജ്ജിന് പോകുന്നതിന് മുമ്പ് അബൂബക്കർ സിദ്ദീഖിനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന് അയച്ചത് ഹിജ്റയുടെ 9ാമത്തെ വർഷത്തിൽ. കാരണം അദ്ദേഹം സഹാബാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ഫഖീഹാണ് എന്നതുകൊണ്ട് തന്നെ എന്ന വാക്ക് നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മിമ്പറിൻ്റെ വിധ വെച്ച് ഇന്ന് കേട്ടത് ഓർക്കുന്നുണ്ടായിരിക്കാം. മദീനയിൽ സ്ഥിരമായി താമസിക്കുന്ന നാം ഇവിടെ ഹജ്ജിന് വേണ്ടി, ഉംറയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ സിയാറത്തിന് വേണ്ടി വരുന്നതായ ഹാജിമാരെ നാം ഇവിടെ ഇല്ലാത്ത കെട്ടുകഥകളൊക്കെ പറഞ്ഞ് വഞ്ചിക്കാൻ നടക്കരുത്. ഇല്ലാത്ത ആ തോട്ടം ഇന്ന സഹാബിയുടെ, ഈ തോട്ടം ഇന്ന ഒരു സഹാബിയുടെ തോട്ടം ഇവിടെ ഇല്ല. ആരാ പറഞ്ഞത്? 1400 കൊല്ലം കഴിഞ്ഞ ശേഷം ഇവിടെ തോട്ടം നിലനിൽക്കാനോ? ഒരു ഈത്തപ്പനയ്ക്ക് 150 കൊല്ലം പഴക്കമുണ്ട്. ഏറ്റവും കൂടിയാൽ 150 കൊല്ലം കഴിഞ്ഞാൽ ഈത്തപ്പന അവസാനിച്ചു. പിന്നെ എവിടെ നിന്നോ 1400 കൊല്ലം മുമ്പുള്ളതായ ഈത്തപ്പന ഇവിടെ ഇപ്പോൾ ഉണ്ടാകാം. ചിലപ്പോൾ സ്ഥലമായിരിക്കാം. ആയാൽ തന്നെ റസൂൽ തന്നെ ഇരുന്ന് നിസ്കരിച്ച മദീനത്തെ പള്ളിയില്ല അവിടെ പോയി നിസ്കരിച്ചൂടെ? അതാണോ അല്ലേ സഹാബിയുടെ എന്ന് സംശയമുള്ള ആ തോട്ടത്തിനെ കറങ്ങാൻ പോകുന്നത് എന്തിനാണ്? അല്ലെങ്കിൽ അതിനെ കറക്കാൻ എന്തിനു പോകുന്നു? അല്ലെങ്കിൽ അങ്ങനെയുള്ള വഞ്ചന ചെയ്തിട്ട് നീ കാശ് എന്തിനുണ്ടാക്കുന്നു? നീ കാശുണ്ടാക്കുന്നു, അതാണ് അപകടം. ഇവിടെ താമസിക്കുന്നവരെ കാശുണ്ടാക്കുക സിയാറത്തിൻ്റെ പേരും പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞിട്ടില്ലേ ഒരു അവസരം സംഭവിച്ചത്? ഇവിടെ ഒരു മനുഷ്യനുണ്ടായിരുന്നു, അദ്ദേഹം പോയി, അൽഹംദുലില്ലാ. അദ്ദേഹം ഹാജിമാരെ സന്ദർശനം പോകുമ്പോൾ വഴിയിലെല്ലാം കെട്ടുകഥ ഇങ്ങനെ പറയാ, വന്നിട്ട് ഞങ്ങളോട് കഥ പറയാ. ഇങ്ങനെ ഞങ്ങൾ ബസ്സിൽ കേട്ടു പറഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, എന്ത് ഈ മല ഇന്ന മലയാണ്, ഈ മല ഇന്ന മലയാണ്. ഒരു സ്ഥലത്തെത്തിയപ്പോൾ ആചാര്യ ചോദിച്ചു, ഈ മലയോ? മൂപ്പർക്ക് പേരറിയില്ല. അപ്പോൾ മൂപ്പര് പറഞ്ഞു, അത് ജബൽ മലയാണ്. ജബൽ എന്ന് പറഞ്ഞാൽ മല എന്ന് പറഞ്ഞാൽ അപ്പം മലയാണെന്ന് മനസ്സിലായില്ലേ? അങ്ങനെ വഞ്ചിക്കുക, അത് ഇവിടെ നടന്നതാണ്, അത് ജബൽ മലയാണെന്ന് പറഞ്ഞു എന്നാണ്. സഹോദരന്മാരെ, സഹോദരികളെ, അപ്പോൾ ഇവിടെ സന്ദർശനത്തിൽ വരുന്നതായ ഹാജിമാരെ ഇന്ന് ഇമാം ഉണർത്തിയതുപോലെ നല്ല കാര്യങ്ങൾ, ആ മുത്തുപോലത്തെ മാണിക്യം പോലത്തെ ഖുർആൻ സുന്നത്ത് എഴുതി പറഞ്ഞിട്ട് അവർക്ക് ധരിപ്പിച്ചു കൊടുക്കുക. ഇവിടെയാണ് വഹി ഇറങ്ങിയത്, ഇവിടെയാണ് ജിബ്രീൽ വന്നത്, ഇവിടെയാണ് റസൂൽ ജീവിച്ചത്, ഇവിടെയാണ് ഈമാനുള്ള സ്ഥലം. ഈ ഈമാൻ ആണ് നിങ്ങൾ ഉൾക്കൊണ്ടു പോകേണ്ടത്. അത് പറഞ്ഞു കൊടുക്കുക. അതുകൊണ്ടാണ് സ്വർഗ്ഗത്തോപ്പിൽ എഴുതി വെച്ചത്, ഇന്നൽ ഈമാന യഇരിസു ഇലൽ മദീനതി കമാ തഇരിസുൽ ഹയ്യതു ഇലാ ജുഹരിഹാ. ഇതുവരെ പറഞ്ഞതിന്റെ സൽക്രമമായി അല്ലാഹു സ്വീകരിക്കട്ടെ. ഈമാൻ അഭയം തേടും,
പാമ്പ് അതിൻ്റെ മാളത്തിൽ അഭയം തേടും പോലെ മദീനയിൽ എന്ന് റസൂൽ പറഞ്ഞ ആ ഹദീസൊക്കെ പറഞ്ഞു കൊടുക്കുക. സ്വർഗ്ഗത്തോപ്പിൻ്റെ അകത്ത് കൊണ്ടുപോയിട്ട് അതൊക്കെ കാണിച്ചു കൊടുക്കുക. റസൂലാക്ക് സലാം പറയാൻ പഠിപ്പിച്ചു കൊടുക്കുക. അതിൽ അനാചാരം പാടില്ല, റസൂലാണ് ചോദിക്കാൻ പാടില്ല, അതാണ് മാത്രമാണ് ചോദിക്കേണ്ടത്, റസൂൽ അങ്ങനെയാണ് പഠിപ്പിച്ചത്, അതൊക്കെ പറഞ്ഞു കൊടുക്കുക. അതൊക്കെ തെറ്റുള്ള ഭാഗമല്ല, കൂലിയുള്ള ഭാഗമാണ്, അതിൽ നിങ്ങൾക്കും കൂലി കിട്ടും എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇതുവരെ പറഞ്ഞതിൽ നിന്നിട്ട് നടപ്പാക്കേണ്ട ഭാഗങ്ങൾ നടപ്പാക്കാൻ തൗഫീഖ് നൽകട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബി സിദ്നാ ഇൽമൻ വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. നസ്അലുക ബികുല്ലി മാ സഅലക ബിഹി അബ്ദുക വനബിയുക മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വനസ്തഈദുക മിൻ കുല്ലി മാ ഇസ്തആദക മിൻ അബ്ദുക വനബിയുക മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വനസ്അലുക അൽ ജന്നത വമാ ഖറബ ഇലൈഹാ മിൻ ഖൗലിൻ ഔ അമൽ വനഊദു ബിക മിനൻ നാരി വമാ ഖറബ ഇലൈഹാ من قول أو عمل. اللهم من أرادنا وأراد دعوتنا وأراد بلاد الحرمين وأراد قادة بلاد الحرمين سوءا اللهم فاشغله في نفسي وجعل تدميره يا رب العالمين. اللهم صل على محمد وعلى آل محمد وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.